ಎಲ್ಲ ನಿನ್ನಯ ಕೃಪೆ ಅಲ್ಲದೆ ಬೇರೆ ಏನಿಲ್ಲ. ಓ యేసయ్య, ನಾ ಜೀವಿಸುತ್ತಿರುವುದು ನಿನ್ನ ಕೃಪೆ ಅಲ್ಲದೆ ಬೇರೆ ಏನಿಲ್ಲ. ಓ యేసయ్య, ಕೃಪೆಯೇ ಕೃಪೆಯೇ ಎಲ್ಲ ನಿನ್ನಯ കൃപയേ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ പകൽ ഒരു പ്രാവശ്യം മഹത്വപ്പെടട്ടെ. परमेश्वर के नाम की महिमा हो. ഈ പകൽ ഇങ്ങനെ ഒരു ആരാധന കൂടാൻ കർത്താവ് നമുക്ക് ഒരിക്കൽ സാവകാശത്തിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. आज के दिन परमेश्वर ने हमें एक मौका दिया कि यहाँ पे आके परमेश्वर की आराधना करने के लिए धन्यवाद करते हैं. എത്ര പേര് ഈ പകലിൽ സന്തോഷമായിട്ടിരിക്കുന്നു? कितने लोग आज के दिन खुश हैं? എത്ര പേർ സന്തോഷമായിട്ടിരിക്കുന്നു? कितने लोग आज के दिन खुश हैं? നാം സന്തോഷത്തോടെ ഇരിക്കുന്നു പറയുമ്പോഴും നമുക്കറിയാം ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. हम यहाँ पे बैठ के बोल रहे हैं कि मैं बहुत खुश हूँ, परंतु हम जानते हैं घर जाके हमें कितने काम करने हैं. നാളെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. कल हमें क्या क्या करना है. അതുകൊണ്ട് ഭാഷ സന്തോഷമാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കള്ളം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. इसलिए पादरी जी, जब आप पूछोगे खुश हैं तो मैं झूठ बोलना नहीं चाहता हूँ. ഞാനൊരു കാര്യം നിങ്ങളെ ഓർപ്പിക്കട്ടെ. मैं एक चीज आपको बताना चाहूंगा. നാം ദുഃഖത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവന്റെ സന്തോഷം അനുഭവിക്കാനായിട്ട് കഴിയും. जब हम दुख में होते हैं तब भी हम परमेश्वर की द्वारा दी हुई खुशी को महसूस करते हैं. അതുകൊണ്ടാണ് പറഞ്ഞത് എന്തിന് ക്രിസ്തുയേശുവിൽ നിന്നുള്ള സ്നേഹത്തിൽ തന്നെ അകറ്റാൻ പറ്റും. पौलुस इसलिए बोलता है कोई भी चीज मुझे परमेश्वर की खुशी से दूर नहीं कर सकती. ക്രിസ്തുയേശുവിലുള്ള സന്തോഷത്തിൽ നിന്ന് എന്നെ ഒന്നിനും അകറ്റാൻ പറ്റത്തില്ല. परमेश्वर की दी हुई खुशी में से मुझे कोई हटा नहीं सकता. അതെന്റെ ജീവിതത്തിൽ ലാഭം സംഭവിച്ചാലും वो मेरे जीवन में कुछ भी नुकसान हो तो അതെന്റെ ജീവിതത്തിൽ നഷ്ടം സംഭവിച്ചാലും वो चाहे मेरे जीवन में कोई परिस्थिति आए तो എന്തിന് എന്റെ ജീവനെ തന്നെ അത് വെല്ലുവിളിച്ചാലും और शायद मेरे जीवन को भी एक चुनौती बन जाए, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കത്തില്ല. परमेश्वर के प्रेम से वो मुझे दूर नहीं कर सकता. കാരണം ദൈവം തരുന്നതിലല്ല എന്റെ പ്രത്യാശ, इसलिए जो परमेश्वर दे रहा है उसके ऊपर मेरी उम्मीद नहीं है. ദൈവത്തിലാണ് എന്റെ പ്രത്യാശ. मेरी उम्मीद परमेश्वर पे है. എന്റെ പ്രത്യാശ ദൈവത്തിലാണ്. मेरी जो उम्मीद है वो परमेश्वर पे है. ദൈവത്തിന്റെ വചനം പറയുന്നു നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. परमेश्वर का वचन बोलता है आपकी उम्मीद पे कोई हानि नहीं होगी. എല്ലാവരും വായ തുറന്നു പറഞ്ഞാട്ടെ, എന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. आप अपने मुंह को खोल के बोले मेरी उम्मीद के ऊपर कोई हानि नहीं എന്റെ होगी. പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. मेरी उम्मीद के ऊपर कोई हानि नहीं होगी. ദൈവത്തിന്റെ വചനം ഊവ് എന്ന് പറഞ്ഞാൽ ഊവെന്ന് തന്നെയാണ്. अगर परमेश्वर का वचन बोलता है ऐसा होगा तो ऐसा होगा. സാഹചര്യങ്ങൾക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. परिस्थितियां कुछ नहीं बदल सकती. അതുകൊണ്ട് ഈ പകലിൽ ഉറപ്പും ധൈര്യമുള്ളവരായിട്ട് നമുക്കായിരിക്കാം. इसलिए आज पूरे विश्वास और धैर्य के साथ बैठे हैं. നമ്മളൊരു ചെറിയ ചിന്തയ്ക്ക് വേണ്ടി നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. हम एक छोटी सी बात वचन से सुनेंगे. അതിനു മുമ്പ് ഈ പകലിൽ പ്രാരംഭമായിട്ട് ഈ ആരാധനയിൽ പുതുതായിട്ട് വന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവരോടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ തരണത്തിൽ ഓർപ്പിക്കുന്നു. उससे पहले आज जितने भी लोग नए आए हैं मैं परमेश्वर का प्यार आप तक पहुंचाता हूं. കർത്താവിന്റെ കൃപയും ദയയും ദൈവം നിങ്ങളോട് ഇരുത്തട്ടെ. परमेश्वर की दया और करुणा आपके साथ बनी रहे. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓർപ്പിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവസഭയായിട്ടുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തത്തെ ഞങ്ങൾ ഇത്തരണത്തിൽ ഒരു പ്രാവശ്യം ഓർക്കുന്നു. जैसे पवित्र आत्मा में बता रही है, हम लोग आपके लिए और आपके परिवार के लिए प्रार्थना करेंगे. ദൈവത്തിന്റെ ദയ ഇന്ന് പകൽ നമ്മൾ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. आपकी दया और परमेश्वर की दया आपके साथ हमेशा बने रहने पाए. ഹല്ലേലൂയ. हालेलुया. നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. हम परमेश्वर के वचन की ओर जाएंगे. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ചില ആലോചനയുണ്ട്. कुछ दिनों से हम कुछ परमेश्वर के वचन से हम कुछ चीजें सीख रहे हैं. നമ്മൾ പറഞ്ഞായിരുന്നു, हमने ऐसा बोला, പിതാവാം ദൈവത്തിന് पिता परमेश्वर से പുത്രനായ യേശു ക്രിസ്തുവിനെ उनके पुत्र यीशु मसीह तक ഈ ഭൂമിയിൽ കഷ്ടങ്ങളിലൂടെ കടത്തിവിടേണ്ട ആവശ്യമുണ്ട്. इस धरती पे इतनी परेशानियों के बीच में भेजने की जरूरत थी क्या? എന്നാൽ യേശു 100% മനുഷ്യനും 100% ദൈവവുമായിരുന്നു. क्योंकि जो यीशु मसीह थे वो 100% मनुष्य और 100% खुदा भी थे. നമ്മളോട് പലപ്പോഴും ക്രിസ്തുവിനെ അനുരൂപരായി തീരാൻ പറയുമ്പോൾ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഭാഗം എന്തെന്നറിയാവോ? जब अक्सर हमें ऐसा बोला जाता है कि आप यीशु मसीह की तरह बने तो हम क्या सोचते हैं? सबसे पहले കർത്താവേ നിനക്ക് അങ്ങനെയൊക്കെ പറയാം, നീ ദൈവമല്ലേ, ഞങ്ങൾ മനുഷ്യരല്ലേ. हम तो उस समय ऐसा बोलते हैं, परमेश्वर तू तो ऐसा बोल सकता है, तू तो परमेश्वर है, परंतु मैं तो एक मनुष्य हूँ. നീ ദൈവമല്ലേ, നിനക്ക് എന്ത് വേണേലും പറയാം, ഞങ്ങളെ പോലൊരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? आप परमेश्वर, आप कुछ भी बोल सकते, परंतु मैं मनुष्य हूँ, मैं क्या कर सकता हूँ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാളുകൾക്ക് മുമ്പ് ഞാനൊരു കഥ ഒരു മെസ്സേജിലൂടെ കേട്ടതാണ്. अगर मेरी याददाश्त ठीक है तो मैंने कुछ समय पहले एक प्रचार में ऐसा सुना था. അവിടെ മാതാപിതാക്കൾക്ക് 2 സഹോദരിമാരുണ്ടായിരുന്നു. वहाँ पे माता पिता के पास 2 बहनें थे. ഒരു സഹോദരി 21 വയസ്സ് പ്രായമുണ്ട്. एक बहन थी 21 साल की. അവളുടെ വിവാഹം കഴിഞ്ഞ് അവൾ അവിടെ ഭർത്താവിനോടൊപ്പം താമസിക്കുന്നു. उनकी शादी हो गई है, वो अपने पति के साथ रहती थी. ഇവർക്ക് മാതാപിതാക്കളില്ല.
उनके पास माता पिता नहीं है। ഈ രണ്ടാമത്തെ സഹോദരിക്ക് 16 വയസ്സ് പ്രായമുള്ളൂ. और जो दूसरी बहन है वो 16 साल की थी। മാതാപിതാക്കൾ ഇല്ലാത്തത് കൊണ്ട് മൂത്ത സഹോദരിയാണ് ഈ ഇളയ സഹോദരിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. जैसे उनके पास हमने बताया माता पिता नहीं थे तो उनकी बड़ी बहन छोटी बहन का ध्यान रखती थी। മൂത്ത സഹോദരി കുടുംബമായിട്ട് പ്രാർത്ഥനയ്ക്കും ദൈവസഭയിലും ദൈവവചനം കേൾക്കാനൊക്കെ ആയിട്ട് സ്ഥിരമായി പോകുന്ന ആളാണ്. और जो बड़ी बहन थी वो परमेश्वर की कलीसिया में जाके परमेश्वर के वचन को सुनती थी, परमेश्वर की आराधना करती थी। എന്നാൽ ഇളയ ആൾക്ക് അത്ര താല്പര്യങ്ങളില്ലായിരുന്നു. और उसी समय छोटी बहन के अंदर इतना ज्यादा इंटरेस्ट नहीं था। എല്ലാ പ്രാവശ്യവും മൂത്ത സഹോദരി പറയും, നിനക്ക് കഴിയുന്നിടത്തോളം നീ ദൈവസഭയെ കടന്നു വരണം. और हर बार बड़ी जो बहन होती है वो अपनी छोटी बहन को बोलती है कि जब भी तुझसे हो सके तो परमेश्वर की कलीसिया में आए, നീ യേശുവിന്റെ പിൻപേ യാത്ര ചെയ്യണം, आप परमेश्वर के पीछे चलें നീ ഒരു സ്പിരിച്വൽ ലൈഫ് നയിക്കണം. और तू एक स्पिरिचुअल लाइफ में जी। ഇങ്ങനൊക്കെ പറയുമ്പം ഈ ഇളയ സഹോദരി പറയുമായിരുന്നു പോലും, और जब बड़ी बहन बोलती है तो छोटी बहन ऐसा जवाब देती है, എനിക്കിപ്പോ 16 വയസ്സേ ഉള്ളൂ, मैं तो अभी सिर्फ 16 साल की हूँ ഞാൻ ജീവിതം ഒന്ന് ആസ്വദിച്ചു തുടങ്ങിയതേ ഉള്ളൂ, और मैंने अभी बस इस जिंदगी को जीना शुरू करा है। ഞാൻ കുറച്ചുനാൾ എന്റെ ജീവിതം നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് അടിച്ചൊക്കെ പൊളിച്ചിട്ട് और मैं कुछ समय अपनी इस जिंदगी को अच्छे से बिताना चाहती हूँ, ഒരു വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞ് एक शादी करना चाहती हूँ, എന്റെ കുഞ്ഞുങ്ങളെ ഏകദേശം പഠിത്തമൊക്കെ ഒന്ന് പൂർത്തീകരിച്ച് और मैं अपने बच्चों को पढ़ा लिखा के बड़ा करके അവരുടെ വിവാഹമൊക്കെ ഒന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ और उनकी शादी के बाद പ്രായത്തിന്റെ അവസാന കാലഘട്ടത്തിൽ और जब मैं बुढ़िया हो जाऊंगी എനിക്ക് ഒറ്റയ്ക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് और जब मुझे अकेले रहने में तकलीफ होगी എനിക്ക് ആശ്രയിക്കാൻ വേണ്ടി ഞാൻ അന്നേരം ഒരു ദൈവത്തെ കണ്ടെത്തിക്കോളാം. और उस समय मुझे किसी पर निर्भर होना है, उस समय मैं किसी परमेश्वर को ढूंढ लूंगी। ഇപ്പൊ എന്റെ ഈ ലൈഫിൽ നിന്ന് ഞാൻ എന്റെ ലൈഫ് ആർക്കും വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. परंतु इस समय मैं अपना जीवन किसी के लिए दान नहीं देना चाहती। അതിന്റെ അർത്ഥം ഈ നല്ല യൗവനമൊക്കെ ഞാൻ എന്റെ ഇഷ്ടത്തിന് കളഞ്ഞിട്ട് ഞാൻ ഒടുവിൽ പേടി കിട്ടാതിരിക്കാൻ കൊണ്ടു നടക്കുന്ന ഒരു യേശുവിനെ അന്വേഷിക്കുകയാണ്. इसका मतलब यह है जब मैं अपनी जवानी को सारी चीजों में उलझा कर जब मैं बुढ़ापे में रहूंगी तब परमेश्वर के पास जाऊंगी बोलना है। ഞാൻ എന്റെ ചെറുപ്പകാലം ഓർക്കുക. मैं अपने बचपन को याद करता हूँ। എന്റെ മമ്മി എന്നോട് പറയണ്ടടാ, ബൈബിൾ വായിക്കാതെ കിടന്നാൽ ഇന്ന് കണ്ടോ നിനക്ക് സ്വപ്നം നീ കാണും. मेरी माता मुझे ऐसा बोलती थी, अगर तू परमेश्वर के वचन आज रात को नहीं पढ़ेगा तो तू बुरा सपना देखेगा। ഒരിക്കലും അപ്പം സ്വപ്നം കാണാതിരിക്കാൻ വേണ്ടിയുള്ള ടൂളായിട്ടാണ് ബൈബിളിനെ കണ്ടുകൊണ്ടിരുന്നത്. तो उस समय बुरा सपना ना आए इसलिए बचाव के लिए मैं परमेश्वर का वचन पढ़ता था। നിങ്ങളുടെ പലരുടെയും മുഖത്ത് എനിക്ക് ചിരി കാണാം. നിങ്ങൾ ഒരുപക്ഷെ ഈ ടൂൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണോ സംശയമുണ്ട്. मैं देख पा रहा हूँ कि आप में से बहुत सारे लोग हंस रहे हैं, शायद आप लोग भी इसी टूल को फॉलो कर रहे हैं। ഇത് പ്രസംഗിക്കാൻ വേണ്ടി തന്നതല്ല, ये प्रचार करने के लिए नहीं दिया है, ഇത് തന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. ये जो दिया है वो जीने के लिए है। ഇത് ജീവിക്കാൻ വേണ്ടി തന്നതാ. इस प्रकार हमें जीना है, इसलिए दिया ഇതനുസരിച്ച് है। ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്റെ അരുമനാഥൻ പറ്റുമെന്ന് ഒരിക്കലും പഠിപ്പിക്കത്തില്ല. अगर आप इस वचन के द्वारा इस वचन की तरीके से नहीं जी पा रहे तो परमेश्वर कभी नहीं बोलेगा आप जी पाओगे। പറ്റാത്ത ഒരു ഭാരമെടുത്ത് എന്റെ തലയിൽ വെക്കാൻ ആഗ്രഹിക്കാത്ത ഒരു നല്ല ക്രിസ്തുവിനെയാണ് ഞാൻ പിൻപറ്റുന്നത്. परमेश्वर हमें ऐसा कोई बोझ नहीं देता जो हम नहीं कर पाते हैं। അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പെൺകുട്ടിയുടെ സ്ഥിരമായ ഭാഷ ഇങ്ങനെയായിരുന്നു. और उस 16 साल की लड़की की हमेशा बातचीत ऐसी थी। അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ ഒരു ആക്സിഡന്റിൽ പെടുകയാണ്. उस समय उनका एक एक्सीडेंट होता है। നമുക്കറിയാം ആക്സിഡന്റിൽ പെട്ട് പലർക്കും ചിലപ്പം കൈകാലുകൾ നഷ്ടപ്പെട്ടേക്കാം, ചിലപ്പോൾ ഒരു പക്ഷേ തലയിടിച്ച് വീണെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. हम लोग जानते हैं जितने लोग का एक्सीडेंट होता है उनके शायद हाथ या पैर नहीं तो सर पे चोट आती है। എന്നാൽ ഇവളുടെ കാര്യത്തിൽ മറ്റൊരു രീതിയിലായിരുന്നു. परंतु इनका तो कुछ और ही हुआ। ഇവക്ക് എല്ലാം അറിയാം, എല്ലാം കേൾക്കാം, എല്ലാം അറിയാൻ പറ്റും, പക്ഷേ അവളുടെ ചെറുവിരൽ പോലും ഒന്ന് അനക്കാൻ പറ്റത്തില്ല. वो लोग उस 16 साल की जो लड़की थी उनके शरीर में वो सब लोग सब चीजें जान पा रही थी, चख पा रही थी, परंतु वो अपने शरीर का एक हिस्सा भी हिला नहीं पा रही थी। ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങളാൽ കഴിയാവുന്ന എല്ലാം ചെയ്തു, ഇനി നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം. अस्पताल में ऐसे डॉक्टर ने बोला कि मुझसे जो हो सकता था मैंने सब कुछ करा, अब आप इसे घर ले जा सकते നിങ്ങൾ हैं। ഓർക്കണം, 21 വയസ്സുള്ള സഹോദരി കുടുംബമായിട്ട് താമസിക്കുമ്പോൾ 16 വയസ്സുകാരിയെ എങ്ങനെ ഇങ്ങനെ ഒരു പാരലൈസ് ആയിരിക്കുന്ന ലൈഫിൽ അവളെ താങ്ങാൻ പറ്റും? आप जरा सोच के देखिए 21 साल की वो लड़की जब अपना पूरा घर चला रही है तो वो 16 साल की लड़की पैरालाइज हो गई है। ആകെ ബുദ്ധിമുട്ട് പിടിച്ചൊരു അവസ്ഥ. बहुत ज्यादा परेशानियों में हो गया है वो എങ്കിലും परिवार। തന്നെ തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി. पर उसी समय भी वो 16 साल की अपनी बहन को घर पे ले जाती हैं। തന്റെ ഒരു മുറിയിൽ തന്നെ ആക്കി, ആ ഇളയ സഹോദരി ആക്കി. वो अपनी छोटी बहन को एक कमरे के अंदर रखती हैं। എല്ലാ സമയാസമയത്തിലും താൻ വരികയും സഹോദരിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുകയും മരുന്ന് കൊടുക്കുകയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. और बहुत ही अच्छी तरीके से अपनी छोटी बहन का देखभाल रखती हैं। ഒരിക്കലും ഒരു മാതാവിന്റെ കുറവായി ഇളയ സഹോദരിയെ അറിയിച്ചിട്ടില്ല. कभी भी एक माता की कमी महसूस होने नहीं दी है। എല്ലാ ദിവസങ്ങളും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. और हर रोज वो वही कर रही हैं। ഓരോ പ്രാവശ്യവും സഹോദരി ഇത് വന്ന് ചെയ്യുമ്പോൾ
തന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. और जब भी उनकी बड़ी बहन ये सब काम करती है तो वो छोटी बहन के अंदर वो दुख और दर्द होता है. തന്റെ ഈ പ്രവൃത്തിയും തന്റെ സേവനവും ഒക്കെ കാണുമ്പോൾ സഹോദരിക്ക് മനസ്സിലായി, ഇവൾ എന്നോട് പിൻപറ്റാൻ പറഞ്ഞ ദൈവത്തിന്റെ സ്നേഹമാണ് എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യാൻ ഇവളെ പ്രേരിപ്പിക്കുന്നത്. जब वो अपनी बड़ी बहन को ये सब काम करते हुए देखती है तो अपनी उसकी छोटी बहन को ऐसा महसूस होता है, ये जो प्रेम है, ये जो प्यार है, वो परमेश्वर के द्वारा वाला प्यार है. അവൾക്ക് പക്ഷെ ഒന്നും സ്വയമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. परंतु वो 16 साल की लड़की कुछ नहीं कर पाती. രാവിലെ മുതൽ വൈകിയോളം അവളുടെ എല്ലാം കാര്യം ചെയ്തു. രാത്രി പോകുമ്പോൾ ബെഡ്ഷീറ്റ് പിടിച്ചിട്ട് കൊടുത്തിട്ടാണ് ചേട്ടത്തി കടന്നു പോകുന്നത്. सुबह से लेकर रात तक सारा काम करने के बाद जब शाम को जाती है तो बेडशीट भी बिछा के जाती हैं. കാരണം അവൾക്ക് അവളുടെ ചെറുവിരൽ പോലും അനക്കാൻ പറ്റത്തില്ല. क्योंकि वो जो छोटी बहन है वो अपनी एक उंगली भी हिला नहीं सकती. അതുകൊണ്ട് ഈ 16 വയസ്സുകാരി ഹൃദയത്തിൽ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, എന്റെ ദൈവമേ, എന്റെ ഒരു വല്ലാത്ത ജീവിതമാണല്ലോ. इसलिए 16 साल की वो लड़की सोचती है कि हे परमेश्वर, मेरा जीवन क्या बन गया है. എനിക്കൊന്ന് പൊട്ടിക്കരയണമെന്നുണ്ട്. मैं फूट फूट के रोना चाहती हूँ. പക്ഷെ എന്റെ കണ്ണുനീര് തുടയ്ക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് ഞാൻ ആയിരിക്കുന്നത്. परंतु मेरी आंसुओं को पोंछने के लिए भी कोई नहीं है मेरे पास. ഒരു പക്ഷേ എന്റെ കണ്ണുനീര് എന്തെങ്കിലും കാരണവശാൽ എന്നെ ഒരു കഫിലോ മറ്റു ബുദ്ധിമുട്ടിലോ കൊണ്ടുപോയാൽ അത് സ്വയമായി ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഞാൻ ആയിരിക്കുന്നത്. और अगर मैं रोती हूँ और मुझे खांसी आती है तो मैं उसका भी ध्यान खुद नहीं रख सकती. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മരുന്നുകളെല്ലാം ഒന്ന് വാരിയെടുത്ത് ഒരുമിച്ച് കഴിച്ച് എന്റെ ഈ ജീവിതം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ये सारी जितनी भी दवाई रखी उन सबको एक साथ खा के मैं मरना चाहती हूँ. എങ്ങനെയെങ്കിലും എന്റെ സഹോദരിക്ക് ഒരു വിടുതൽ കിട്ടുമല്ലോ. किसी भी तरीके से मैं अपनी बहन को एक छुटकारा देना चाहती हूँ. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഈ സഹോദരി പറഞ്ഞുകൊണ്ടിരിക്കുക. जैसे ये बार बार वो बोलती रही, 16 साल की लड़की बोलती പല रही. പ്രാവശ്യം പറഞ്ഞതിന് ശേഷം അവള് പറഞ്ഞു, അല്ലെങ്കിൽ ഞാനിതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യമാ, നീ ദൈവമല്ലേ. ये सब बोलने के बाद वो ऐसा बोलती है, ये सब मैं तुझे बता के क्या करूंगी, तू तो परमेश्वर है. നമുക്ക് നമ്മിലേക്ക് നോക്കാം പ്രിയരെ. क्या हम अपने अंदर देख सकते हैं? നമ്മൾ പലപ്പോഴും ഇതേ കാര്യമാണ് പറയുന്നത്. हम लोग अक्सर यही बोलते हैं, എനിക്കിത് പറ്റത്തില്ലെന്നും, मुझसे ये नहीं होगा, എനിക്കിനി മുമ്പോട്ട് യാത്ര ചെയ്യാൻ പറ്റത്തില്ലെന്നും, अब मैं आगे नहीं जा सकता, ഞാൻ ചെയ്യുന്ന എല്ലാം ദോഷമായിട്ട് ഭവിക്കുന്ന കർത്താവേ, मैं जो भी कर रहा हूँ वो सब नुकसान पहुंचा रहा ഞാൻ है. ഒരു പടി സ്പിരിച്വലി മുമ്പോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ 10 പടി ഞാൻ പുറകോട്ട് പോവുകയാണ്. जैसे मैं एक स्टेप आगे बढ़ाता हूँ तो 10 स्टेप पीछे जाता ഈ हूँ. ഒരു ജീവിതം എനിക്ക് സാധ്യമല്ല ദൈവമേ. ये जीवन मेरे लिए असंभव बन ഇത് गया है. പറഞ്ഞിട്ട് ഒരു പക്ഷേ നമ്മളും പറഞ്ഞേക്കാം, കർത്താവേ, നീ ദൈവമല്ലേ, ഞാൻ മനുഷ്യനല്ലേ. उस समय जब हम उस परिस्थिति में होते तो हम भी ऐसा बोल सकते हैं, परमेश्वर तू तो खुदा है और मैं तो मनुष्य हूँ. ഈ പെൺകുട്ടി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ जब वो 16 साल की बहन ऐसा बोलती है तो അവളുടെ റൂമിലേക്ക് യേശു ഇറങ്ങി വന്നു. उनके कमरे में परमेश्वर की उपस्थिति आती है. അവൾ ഒരു ശബ്ദം കേട്ടു. उन्होंने एक आवाज सुनी. അവളുടെ ശബ്ദത്തിൽ യേശു അവളോട് സംസാരിച്ചത് ഇങ്ങനെയാ, उस आवाज में परमेश्वर ने ऐसे इस प्रकार बात നീ करी, ഇന്ന് കടന്നു പോകുന്ന എല്ലാ സ്ഥിതിയിലൂടെ ഞാൻ പോയിട്ടുണ്ട്. और तू आज जिस परिस्थिति में है वो सब परिस्थिति मैंने देखी है. പെൺകുട്ടി പറഞ്ഞു, ഒരിക്കലും ഇല്ല, എന്റെ സ്ഥിതിയിലൂടെ നീ കടന്നു പോയിട്ട് നിനക്ക് ആക്സിഡന്റ് വന്നിട്ടില്ല, നീ പാരലൈസ് ആയിട്ടില്ല, നിനക്ക് എന്റെ സ്ഥിതി കൂടെ ഒന്നും ഒരിക്കലും സംഭവിച്ചിട്ടില്ല. उस बहन ने ऐसा बोला कि नहीं, ऐसा कभी हो नहीं सकता कि तूने मेरी परिस्थिति देखी है, तूने कभी एक्सीडेंट नहीं देखा और तेरा साथ कभी ऐसा नहीं हुआ है. യേശു തന്റെ ക്രൂശിലേക്ക് അവളുടെ ദർശനം കൊടുത്തു. उस समय यीशु मसीह क्रूस के दर्शन उसको देते हैं. ആ ക്രൂശിലേക്ക് അവൾ നോക്കിയപ്പോൾ जब वो 16 साल की बहन क्रूस की ओर देखती है ഇന്ന് तो അവൾ ആയിരിക്കുന്നതിനേക്കാളും കഷ്ടമായിട്ട് യേശുവിന്റെ അവസ്ഥയായിരിക്കുക. वो जिस परिस्थिति में अभी है उससे भी गंभीर परिस्थिति में परमेश्वर उस समय वहां അവന് पे है. കാലും കൈകളും ഉണ്ടെങ്കിലും അനക്കാൻ കഴിയാത്ത അവസ്ഥ. उनके पास हाथ और पैर है परंतु हिला नहीं पा रहे हैं. എന്തിന്, അവളെ സഹായിക്കാൻ അവളുടെ സഹോദരിയെങ്കിലും കൂടെ ഉണ്ട്. അവന്റെ കൂടെ ആരുമില്ലായിരുന്നു. അവന്റെ മുഖം അവർ വിരൂപമാക്കി അവനെ കണ്ടാൽ ആളറിയാൻ വയ്യാത്ത അവസ്ഥയിലാക്കി തീർത്തു. उस समय उसकी बहन को सहायता करने के लिए उनकी बड़ी बहन है, परंतु यीशु मसीह जब क्रूस में थे उनकी सहायता करने के लिए कोई नहीं था. അവന്റെ ക്രൂശിലെ ദർശനം അവളുടെ ഹൃദയത്തിലേക്ക് ആഴമായിട്ട് ഇറങ്ങി കേട്ടോ. जब वो क्रूस का जो दर्शन था उसके अंदर पहुंचा, യേശുവിന്റെ ഈ ക്രൂശിലെ ദർശനം അവളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ जब यीशु मसीह के क्रूस का जो दर्शन उसके अंदर पहुंचा അവൾ तो ആ കിടക്കയിൽ കിടന്ന് സ്വർഗത്തിലോട്ട് നോക്കി വിളിച്ചു പറഞ്ഞു, उसने अपने जिस बेड में वो थी उससे उन्होंने स्वर्ग की ओर देखा और बोला, എന്റെ ദൈവമേ, ഞാൻ കടന്നുപോയതിനേക്കാളും ബുദ്ധിമുട്ടേറിയ അനുഭവത്തിൽ കൂടാണ് നീ കടന്നു हे പോയിട്ടുള്ളത്. परमेश्वर, जिस परिस्थिति में मैं हूं उससे भी गंभीर परिस्थिति में से आप निकले हैं. അതുകൊണ്ട് ഞാൻ വിചാരിച്ച എന്റെ വിഷയമാണ് ഏറ്റവും വലിയ വിഷയം എന്ന്. उस समय मैंने सोचा कि मेरा परेशानी सबसे बढ़कर है. എന്നെക്കാളും പ്രതികൂല സാഹചര്യത്തിൽ കൂടെ നീ കടന്നു പോയിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നു. मेरे से भी गंभीर परिस्थितियों में से आप भी निकले हैं, मुझे पता चला. ഈ യേശുവാണ് നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത് ഒരു ജയജീവിതം സാധ്യമാണെന്ന്. और ये परमेश्वर हमें वायदा देते हैं कि आपके जीवन में एक विजयता ഈ आएगी. യേശുവാണ്
പറയുന്നത് നിങ്ങളുടെ സകല വിഷയങ്ങളും അവന് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന്. ये वाले यीशु मसीह बोलते हैं कि आपकी सारी परिस्थितियों को परमेश्वर संभालेगा. ഈ യേശുവാണ് പറയുന്നത് നിങ്ങളുടെ ഏത് വിഷയവും അവന് കഴിയാത്തതായിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്. ये परमेश्वर बोलते हैं कि आपकी कोई भी परेशानी उनके लिए कोई परेशानी नहीं है. അതുകൊണ്ട് പിതാവാം ദൈവം അവനെ 100% ദൈവവും 100% മനുഷ്യനുമായിട്ടാണ് ഈ ഭൂമിയിലാക്കിയത്. इसलिए परमेश्वर ने अपने यीशु मसीह बेटे को यहाँ पे पूर्ण रूप 100% ह्यूमन और 100% परमेश्वर बना के അതുകൊണ്ട് भेजा. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലും അവിശ്വാസ ഹൃദയത്തിൽ കയറാൻ നിങ്ങൾ സമ്മതിക്കരുത്. इसलिए आपके अंदर एक सेकंड भी एक अंधविश्वास ऐसा ना है कि मैं ऐसा नहीं कर सकता. യേശുവിനെ പോലെയുള്ളൊരു ജീവിതത്തിനായിട്ട് വലിയ ദാഹവും കൊതിയും നിങ്ങൾക്കുണ്ടാവാൻ വേണ്ടി ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു यीशु ദൈവവചനത്തിലൂടെ. मसीह की तरह एक जीवन के लिए आपके अंदर एक भूख और प्यास आने पाए मैं बोलता കാരണം हूं. വചനം പറയുന്നു അവൻ ഭോഷ്ക് പറയുവാൻ മനുഷ്യനല്ല എന്ന് പറയുന്നു. वचन बोलता है झूठी बातें करने के लिए वो मनुष्य नहीं. അവൻ എന്തെങ്കിലും വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവൻ ചെയ്തു തരുന്ന अगर ദൈവമാണ്. उन्होंने कोई वायदा आपको दिया है तो वो पूरा करने वाला परमेश्वर है. ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തമാണ് അവന്റെ നിത്യതയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നുള്ള കാര്യം. परमेश्वर ने हमें दिया वो एक वायदा है कि वो अनंत काल के जीवन हमें അവൻ देंगे. നമ്മളോട് പറഞ്ഞ വാഗ്ദത്തമാണ് നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ സമ്പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കുമെന്ന്. परमेश्वर ने हमें एक वायदा दिया है कि वो हमारे आत्मा को और शरीर को और അവൻ ദേഹം ദേഹി ആത്മാവ് चीजों को സോൾ ആൻഡ് ബോഡി परमेश्वर उन चीजों को शुद्धिकरण करेंगे. परमेश्वर ने बोला है അവൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഉറപ്പായിട്ട് നിറവേറ്റുന്നവനാണ്. और उन्होंने जो भी बोला है परमेश्वर उसको पूरा करेगा. അതുകൊണ്ട് ഈ പകൽ അവിശ്വസിക്കാതെ അവന്റെ വചനത്തിൽ നമ്മൾ ആശ്രയിക്കുക. इस समय आप लोग विश्वास करें कि परमेश्वर जो भी बोला है वो होगा. ഒരു പ്രാവശ്യം വീണ് ചിലപ്പോൾ പല പ്രാവശ്യം നമ്മൾ വീണേക്കാം. शायद एक बार गिरेंगे, बहुत बार गिरेंगे. വീണ്ടും വീണ്ടും നിങ്ങൾ വീഴ്ചയിലൂടെ പോയേക്കാം. शायद बार बार ऐसा समय आएगा कि आप गिर ഞാൻ रहे हैं. വിശ്വസിക്കുന്ന യേശു നിന്നെ തോളത്ത് തട്ടിപ്പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ്. मैं विश्वास करता हूं जो जिस यीशु मसीह पे मैं विश्वास करता हूं वो അതുകൊണ്ട് आपको उठाएंगे. പിശാചിനോട് പറയുക എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. इसलिए आप शैतान को ऐसा बोले कि मैं अपने परमेश्वर के साथ इस पड़ाव को क्रॉस करूंगा. ഏതു മതിലാ ചാടിക്കടക്കെന്നറിയാവോ? എന്നെ വിശുദ്ധിയിൽ പുറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന എല്ലാത്തിന്റെയും മീതെ ഞാൻ ഈ മതിൽ ചാടിക്കടക്കുമെന്ന് പറയണം. ये जो एक दीवार है, जो पाप की एक दीवार है, उसके ऊपर मैं परमेश्वर के द्वारा जाऊंगा. വേറെ പല കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം. शायद आप बहुत सारी चीजों पे आप हार जाएं. നിങ്ങൾ സാമ്പത്തികപരമായി പരാജയപ്പെട്ടേക്കാം. आप शायद धनिक चीजों में हार നിങ്ങൾ जाएं. ആരോഗ്യപരമായിട്ട് പരാജയപ്പെട്ടേക്കാം. आप शायद बल में हार जाएं. നിങ്ങൾ പല കാര്യങ്ങളിൽ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം. शायद बहुत सारी चीजें ऐसी है जिसमें എന്നാൽ आप हार मान चुके റോമാലേഖനക്കാരൻ हैं. പറയുന്നു സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. परंतु परमेश्वर का वचन बोलता है सब कुछ आपकी भलाई के लिए हो നിങ്ങൾ रहा നിങ്ങളുടെ है. നഷ്ടത്തെ നോക്കിയിട്ട് പറ എന്റെ ദൈവം ഇതെനിക്ക് സകലതും നഗരതും എന്ത് ചെയ്യും? ലാഭത്തിനായിട്ട് കൂടി വ്യാപരിപ്പിക്കും. आप अपनी परेशानी को देख के ऐसा बोले सब कुछ परमेश्वर भलाई के लिए कर रहा है. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവവചനത്താൽ നിറയപ്പെടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. आपका वचन परमेश्वर के वचन के द्वारा बढ़ने पाए. നിങ്ങളുടെ ദുഃഖത്തെ തള്ളി മാറ്റി അവിടെ ജീവന്റെ വചനം നിറയ്ക്കാനായിട്ട് ഞാൻ പറയുന്നു. आपके दुख को हटा के परमेश्वर के वचन को भरने की मैं कोशिश करता വചനം हूँ. പറയുന്നു വെളിച്ചമുള്ളിടത്ത് ഇരുളിനിരിക്കാൻ കഴിയത്തില്ല. वचन बोलता है जहाँ पे उजियाला है वहाँ पे अंधकार की जगह नहीं. വെളിച്ചമുള്ളിടത്ത് ഇരുളിനിരിക്കാൻ കഴിയത്തില്ല. जहाँ पे उजियाला है वहाँ पे अंधेरा नहीं हो सकता. അതുകൊണ്ട് ഇന്ന് പകൽ അവന്റെ വചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കി കൊണ്ടുപോകുക. इसलिए इस समय परमेश्वर के वचन को आप अपने अंदर स्वीकार करें. പൗലോസ് കപ്പൽ യാത്ര ചെയ്യുന്ന സമയത്ത് पौलुस जब नाव में यात्रा कर रहे होते हैं ഭയങ്കര കാറ്റും കോളും അടിക്കുന്ന സമയം और बहुत ही ज्यादा हवा चल रही होती है, അവിടെ പറയുന്നൊരു വാക്കുണ്ട് കേട്ടോ. वहाँ पे ऐसा बोला जाता है അവർ ആ സമയത്തെ ആഹാരം എടുത്ത് കഴിച്ചിട്ട് उन्होंने उस समय का वो खाना जल्दी से खाया. ബാക്കി ഭക്ഷണ സാധനങ്ങളും ചരക്കുകളും എന്ത് ചെയ്യുന്നറിയാവോ? അവ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞെന്ന് और പറയുന്നു. बाकी जो जितना भी खाने का सामान बच गया तो उसको बाहर फेंका. പ്രിയരെ, ഒരു ആത്മീയ അർത്ഥം ഉണ്ട് അതിനകത്ത് കേട്ടോ. उसके पीछे एक आत्मिक बात है. നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നിങ്ങളെ മുമ്പോട്ട് തടയുന്ന ഭാരം കൂട്ടുന്ന ചിലതിനെ നിങ്ങൾ പുറത്തെടുത്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ. अगर आपकी आत्मिक जीवन के अंदर कोई भी चीज है जो आपके अंदर का बोझ बढ़ा रहा है तो उसको फेंकना जरूरी അത് है. പക്ഷേ നിങ്ങൾക്ക് ധനത്തോടുള്ള മോഹമായിരിക്കാം. वो शायद आपका एक धन के प्रति एक प्रेम होगा. അത് നിങ്ങളുടെ ജഡത്തിന്റെ വിഷയങ്ങളായിരിക്കാം. शायद शारीरिक रीति से एक प्रेम होगा. അതല്ലേ നിങ്ങളുടെ പൊസിഷൻ നിങ്ങളുടെ തലയിൽ കയറി शायद പിടിച്ചിരിക്കുന്നതായിരിക്കാം. एक पोजीशन पे पहुंचने का एक प्रेम അല്ലേ होगा. നിങ്ങളുടെ കാലിബർ നിങ്ങളെ കയറി नहीं तो പിടിച്ചിരിക്കുന്നതായിരിക്കാം. आपकी क्षमता के ऊपर एक प्रेम होगा. ഒന്നും അല്ലെങ്കിൽ എല്ലാവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യണമെന്നുള്ള നിങ്ങളുടെ വിഷയമായിരിക്കാം. नहीं तो सबके साथ घुलना मिलना है, ऐसी एक मेंटालिटी होगी. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളിൽ എവിടെയെങ്കിലും ഒരു പാപത്തിന്റെ കണി കിടപ്പുണ്ടായിരിക്കാം. नहीं तो इसके अलावा अगर कोई भी एक पाप का कुछ भी है तो അതിന്റെ മുകളിൽ ഒരു ജയത്തിനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. उसके ऊपर आपको विजय प्राप्त करना है. ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ അവന്റെ തേജസ്സിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. जैसे एक एक दिन बीतेगा वैसे वैसे हम परमेश्वर के पास बढ़े. പ്രിയരെ, പരിശുദ്ധാത്മാവിശ്വ അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കുമ്പോൾ നമ്മുടെ ദേഹത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി
ഇറങ്ങി വരുന്ന ആത്മാവിനെ പ്രാപിക്കുമ്പോൾ ഇത്രയും ചൈതന്യവും ബലവും സന്തോഷവുമാണെങ്കിൽ മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവം മുഴു തേജസ്സോടെ ഇറങ്ങുമ്പോൾ എത്ര ഭയങ്കരമായിരിക്കും പ്രിയരേ. जब हम परमेश्वर के वचन को जानते हैं, सुनते हैं, तो जैसे जैसे हम एक एक पड़ाव को क्रॉस करते हैं, वैसे वैसे हम परमेश्वर के पास बढ़ रहे നാം हैं. പറഞ്ഞത് ഇങ്ങനെയാണ്, യേശു ക്രിസ്തുവിനെ ദൈവം 100% മനുഷ്യനും 100% ദൈവവുമായിട്ട് ഈ ഭൂമിയിലേക്ക് ആക്കി തീർത്തു. मैंने ऐसा बोला कि परमेश्वर ने यीशु मसीह को 100% मनुष्य और 100% भगवान बन के भेजा. ഈ ഭൂമിയിൽ അവനെ ആക്കി തീർത്ത് ഒരു ജയജീവിതം കഴിയുമെന്ന് നമുക്ക് തെളിയിച്ചു കാണിച്ചു. इस धरती पे परमेश्वर ने यीशु मसीह को ऐसे जीवित करके दिखाया कि हम मनुष्य भी उस प्रकार रह सकते हैं. ഉൽപ്പത്തി മുതൽ മലാക്കി വരെ ഓരോരുത്തർ മാറി 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 ശ്രമിച്ചു നോക്കി. उत्पत्ति से लेके मलाकी तक एक एक मनुष्य ने ऐसा कोशिश करी. ഒരു പ്രോപ്പർ എക്സാമ്പിൾ ആയിട്ട് കാണിക്കാൻ ഒരു വ്യക്തി പോലും एक ഇല്ലാതിരിക്കുമ്പോൾ प्रॉपर एग्जाम्पल बन के कोई भी नहीं था उसमें, ദൈവമായിരിക്കെ परंतु परमेश्वर, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ वो परमेश्वर के पास अपने हाथों को बंद के വേഷത്തിൽ മനുഷ്യനായി और मनुष्य के प्रकार आके നമ്മുടെ ഇടയിൽ ജീവിച്ച് കാണിച്ചിട്ട് പറഞ്ഞു, മോനെ മോളെ നിനക്ക് ഇതുപോലെ ജീവിക്കാൻ സാധ്യമാണ്. हमारे बीच आके जीवन, अब हमारे बीच में आके इतने साल बिता के उन्होंने दिखाया कि मनुष्य भी ऐसे रह सकता है. ഈ പദ്ധതിക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ ചർച്ചിനകത്താക്കിയിരിക്കുന്നത്. इस कार्य के लिए परमेश्वर हमें भेजा है. നിത്യതയിൽ നിന്ന് വീണുപോയ നമ്മളെ जहां से हम गिरे हैं, തന്റെ പുത്രനെ നൽകി परमेश्वर ने अपना बेटा दिया വിലയ്ക്ക് വാങ്ങി और हमें खरीद लिया ദൈവസഭയ്ക്കകത്ത് കൊണ്ടാക്കി. और परमेश्वर कलीसिया में लाके भेजा. ദേഹം ദേഹി ആത്മാവിന്റെ സമ്പൂർണ്ണ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ചർച്ചിനകത്ത് और കൊണ്ടാക്കിയിരിക്കുന്നത്. देह और पवित्र आत्मा और मनुष्य के साथ परमेश्वर में जोड़ा है. അതുകൊണ്ട് ചർച്ചിനകത്തിൽ വന്നിരിക്കുന്ന എന്തിനാന്ന് ചോദിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. जब हम कलीसिया में बैठे हैं तो आपसे कोई पूछे क्यों बैठे हैं, तो हमारे ഇത് पास कंफ्यूजन പാട്ടുപാടി नहीं होना चाहिए. ആരാധിച്ചിട്ട് പോകാൻ വേണ്ടിയുള്ളതല്ല. सिर्फ गीत गा के आराधना करके जाना ഇത് नहीं ചില है, വചനം കേട്ടിട്ട് മാത്രം വേണ്ടി പോകാനുള്ളതല്ല. कुछ वचन को सुन के जाना नहीं है, ഇത് ഇവിടുത്തെ സാക്ഷ്യം മാത്രം കേട്ടിട്ട് പോകാനുള്ളതല്ല. कुछ गवाहियों को सुन के नहीं जाना. ആരാധന വേണ്ടേ? आराधना नहीं करनी, പ്രാർത്ഥന വേണ്ടേ? क्या प्रार्थना नहीं करनी, പ്രബോധനം വേണ്ടേ? क्या वचन से नहीं सुनना, ഉപദേശം വേണ്ടേ? क्या सुझाव नहीं चाहिए, സങ്കീർത്തനം വേണ്ടേ? क्या भजन संगीता से नहीं सुनना, ഇതെല്ലാം ആവശ്യമാണ്. वो सब जरूरी है. എന്നാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ വളർച്ചയാണ് ഏറ്റവും പ്രധാനമെന്ന് മറന്നു പോകരുത്. परंतु आपके अंदर का जो मनुष्य है उसकी ग्रोथ बहुत जरूरी है. ഓ അകത്തെ മനുഷ്യൻ വളർന്നില്ലെങ്കിൽ അയ്യോ കഷ്ടമായിരിക്കുന്ന ഒരു അനുഭവം. अगर आपके अंदर का इंसान नहीं बढ़ पा रहा है तो बहुत ही दुख की बात है. യേശു ഇത്രയും പൂർണ്ണതയുള്ള വ്യക്തിയായിട്ടും यीशु मसीह इतने ज्यादा एक कंप्लीट इंसान होने के बावजूद പിതാവാം ദൈവത്തിന് അവനെ കഷ്ടങ്ങളിൽ കൂടെ കടത്തിവിടണമായിരുന്നു. पिता परमेश्वर को उनको कष्टता से निकालना था. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാ? परमेश्वर हमें क्यों बुलाया है? അവന്റെ സ്വഭാവത്തോട് അനുരൂപരായി തീരാൻ വേണ്ടിയാണ്. उनके स्वभाव के साथ मिलने के लिए बुलाया है, അവന്റെ കൂടെ ഇരിക്കാൻ വേണ്ടിയാണ് उनके വിളിച്ചിരിക്കുന്നത്. साथ बैठने के लिए बुलाया है. അവനൊരു കുടുംബം ആവശ്യമാണ്. उनके लिए एक परिवार जरूरी है, അവന് നിങ്ങളോട് ചേർന്നുള്ള വാസം ആവശ്യമാണ്. उनका आपके साथ मिलकर एक वास അവന്റെ जरूरी है. മക്കൾ അവന്റെ സ്റ്റാൻഡേർഡിലേക്ക് വളർന്നു വരാൻ വേണ്ടിയാണ്. उनके बच्चे उनके साथ स्टैंडर्ड मिला के चले, वो जरूरी है. ഞാൻ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. मैं एक वचन पढ़ना चाहूंगा. ആ വാക്യം മത്തായി സുവിശേഷം 5-ാം അധ്യായം, मत्ती के किताब से 5वां अध्याय, Gospel of Matthew chapter 5 verse 48. കോഡ്ലെസ് മൈക്കുള്ള ആരെങ്കിലും ഒരാൾ വായിക്കണേ. മാത്യു ചാപ്റ്റർ 5 verse 48. മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായം അതിന്റെ 48-ാമത്തെ വാക്യം വായിച്ചാട്ടെ. Therefore you shall be perfect just as your Father in heaven. മതി നോക്കിക്കേ, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുമായി തീരണമെന്നാണ് എഴുതിയിരിക്കുന്നത്. വായിച്ചേട്ടാ വാക്യം ഒന്നുകൂടെ വായിച്ചട്ടെ. 5:48. ആ Be perfect therefore. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? यहाँ पे ऐसा लिखा है, നിങ്ങളുടെ പിതാവ് आपके पिता സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ जैसे पूरी तरीके से परफेक्ट हैं, നിങ്ങൾ
നിങ്ങളും സൽഗുണപൂർണരായിരിപ്പീൻ. आप भी उसी प्रकार परफेक्ट बने रहें. ഇങ്ങനൊരു ലൈഫ് സാധ്യമല്ലായിരുന്നെങ്കിൽ अगर ऐसा एक जीवन बिताना ഈ मुमकिन नहीं है तो വാക്യം ഇങ്ങനെ എഴുതി വെക്കത്തില്ലായിരുന്നു. ऐसा नहीं लिखा होता है നിങ്ങളുടെ यहाँ पे. സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് കൊണ്ട് जिस प्रकार आपके स्वर्ग के पिता परफेक्ट है, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലൊക്കെ ചെയ്യുന്നല്ല എഴുതിയേക്കുന്നത്. आप जिस प्रकार रह सकते हैं उस प्रकार ऐसा नहीं लिखा. നിങ്ങളും അതുപോലെ ആയിത്തീരണമെന്ന് എഴുതിയിരിക്കുന്നത്. आप भी बिल्कुल परफेक्ट बने ऐसा लिखा പ്രിയരേ, है. ഒരു പൂർണ്ണ വിശുദ്ധി നിങ്ങൾക്ക് സ്വന്തമായിട്ട് സാധ്യമല്ല. मेरे प्रियजनों, आपके सिर्फ आपके द्वारा परफेक्ट होना मुमकिन नहीं है, ദൈവത്തിന് മാത്രം നിങ്ങൾക്ക് ഒരു പെർഫെക്ഷൻ തരാൻ പറ്റത്തില്ല. परंतु सिर्फ परमेश्वर आपको नहीं दे सकता. ഇത് നിങ്ങളും ദൈവവുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ഫെലോഷിപ്പിന്റെ മുകളിൽ സംഭവിക്കുന്നതാണ്. परंतु ये आप और परमेश्वर के एक साथ मिलन ही आपको परफेक्ट ഇത് बना ഒരാൾ सकता है. ഒറ്റയ്ക്ക് തരുന്ന സംഭവമല്ല. वो किसी एक व्यक्ति से नहीं होगा, നമ്മളിൽ നിന്ന് മാത്രം വരികയല്ല. या सिर्फ मेरे अंदर से नहीं നമ്മൾ होगा. അവന്റെ പരിശുദ്ധാത്മാവിന് കീഴടങ്ങുമ്പോൾ അവൻ നമ്മളിലേക്ക് അവന്റെ പ്രവൃത്തിയെ കൊണ്ടുവരികയാണ്. जब मैं अपने आप को परमेश्वर के हवाले करूंगा उस समय होगा वो. ഈ പെർഫെക്ഷനിലേക്ക് നീങ്ങാൻ വേണ്ടി इस परफेक्शन की ओर बढ़ने के लिए അവന്റെ കയ്യിൽ ഒത്തിരി ടൂൾ ഉണ്ട് കേട്ടോ. उनके पास बहुत सारे टूल हैं. ചിലപ്പോ ക്രോധമുള്ള ഒരു ബോസിനെ ചിലപ്പോ നമുക്ക് തന്നിരിക്കും. शायद एक गुस्सा करने वाला एक बॉस हमें मिल जाएगा. അയ്യോ പാസ്റ്റർ, അതെനിക്ക് വേണ്ട കേട്ടോ. हे परमेश्वर के दास, ऐसा नहीं चाहिए നമ്മൾ मुझे. ആഗ്രഹിക്കുന്നത് നമ്മുടെ മുകളിലുള്ളവർ എപ്പോഴും നമ്മളോട് സ്നേഹത്തോടെ ഇടപെടണമെന്ന്. हम चाहते हैं हमारे ऊपर जितने भी लोग हैं वो हम सभी से प्यार से बात करें. നിങ്ങൾ വചനം വായിക്കുമ്പോൾ ചില വാക്യങ്ങൾ നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യാറില്ലേ? जब आप वचन पढ़ते हैं तो कुछ वचन हमें स्ट्राइक करते हैं. സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? स्ट्राइक करते हैं क्या नहीं? ഞാൻ വചനം വായിക്കുന്നവരോടാ ചോദിക്കുന്നത്. जो वचन पढ़ते हैं मैं उनसे पूछ रहा हूँ. ഹലോ, വചനം വായിക്കുന്നവർ വായിക്കുമ്പോൾ ചില വാക്യങ്ങൾ സ്ട്രൈക്ക് ചെയ്യാറില്ലേ? जब वचन पढ़ने वाले जब वचन पढ़ते हैं तो कुछ चीजें स्ट्राइक करती എന്റെ हैं. പ്രാരംഭ സമയത്ത് എങ്ങനെയായിരുന്നു അറിയാവോ? मेरे शुरुआत के दिनों में ऐसा होता था. നമ്മുടെ മലയാള മനോരമ വായിക്കുന്ന പോലെ ബൈബിൾ ഒറ്റ വായന. जब मैं जिस प्रकार अखबार पढ़ता हूँ उस प्रकार मैं बाइबल पढ़ता था. വീണ്ടും 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 വായിക്കുക. बार बार पढ़ता था. എന്ത് വായിച്ചായിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല. कुछ भी पढ़ रहा हूँ कुछ समझ में नहीं आ रहा है. പക്ഷെ ഞാനൊരു സത്യം നിങ്ങളെ ഓർപ്പിക്കട്ടെ. एक सच्चाई बताना चाहूंगा. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് വായിക്കുന്നെങ്കിൽ, अगर आप पूरी सच्चाई से पढ़ते हैं तो അയ്യോ ഒരു പുസ്തകമേ നമുക്ക് വായിക്കാനുള്ളൂ കേട്ടോ. सिर्फ हमारे पास एक ही किताब है जो हमें पढ़नी है. ഒറ്റ പുസ്തകമേ നമുക്ക് വായിക്കാനുള്ളൂ. सिर्फ एक ही किताब है जो हमें पढ़नी ഇതിനെ है. നമ്മൾ ആത്മാർത്ഥത്തോടെ വായിക്കണം കേട്ടോ. उसको हम पूरी सच्चाई से पढ़ें. ഈ വചനത്തെ നന്നായിട്ട് മാനിക്കുന്നവനെ ധ്യാനിക്കുന്നവനെ ദൈവം മാനിക്കും കേട്ടോ. इस वचन को जो सच्चे दिल से प्राप्त करते हैं और समझते हैं परमेश्वर उनको उठाएगा. ദൈവത്തിന്റെ വചനത്തിന് വില കൊടുക്കുന്നവനെ ദൈവത്തിന്റെ വചനം മാനിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. जो परमेश्वर के वचन के लिए समय देता है परमेश्वर उनको जरूर उठाएगा. അപ്പൊ ഈ വചനം നമ്മൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ हम वचन जिस प्रकार पढ़ते हैं, നമ്മൾ എവിടെങ്കിലും വേദപുസ്തകത്തിൽ വചനം സ്ട്രൈക്ക് ചെയ്യുന്നെങ്കിൽ अगर कहीं पर भी हमारा वचन हमें स्ट्राइक करता है तो സ്റ്റോപ്പ് റീഡിംഗ്. अब वहां पे पढ़ना बंद करें. വചനം അവിടെ വായിക്ക് നിർത്തണം. अब वहां पे पढ़ना बंद करें. വചനം വായിക്ക് നിർത്തണം. पढ़ना बंद करें. എന്തിനാ നിർത്തുന്നറിയോ? क्यों बंद करना है? ദൈവം നിങ്ങളോട് എന്തോ സംസാരിക്കാൻ क्योंकि ആഗ്രഹിക്കുന്നു. परमेश्वर आपसे वहां पे कुछ बात करना चाहता है. ദൈവം നിങ്ങളോട് എന്തോ സംസാരിക്കാൻ परमेश्वर ആഗ്രഹിക്കുന്നു. आपसे कुछ बात करना चाहता ദൈവം है. നിങ്ങളോട് എന്തോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. परमेश्वर आपसे वहां पे कुछ बात പ്രിയരേ, करना चाहता ദൈവം है. നിങ്ങളോട് എന്തോ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. परमेश्वर आपसे कुछ बात करना അതിനെ चाहता है. മുമ്പോട്ട് പോകല്ലേ അവിടെ നിർത്തി ചോദിക്കുക, മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവേ നീ എന്നോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? वहां पे अपना रीडिंग को बंद करके परमेश्वर से पूछे, हे पवित्र आत्मा तुम मुझसे क्या बात करना चाहता है? നമ്മളോട് ദൈവത്തിന്റെ ആത്മാവിന് സംസാരിക്കാനുണ്ട്. हमसे परमेश्वर बात करना चाहता है. നാം പതുക്കെ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക. अब धीरे पवित्र आत्मा से पूछे. പരിശുദ്ധാത്മാവ് നമുക്ക് വചനത്തെ റിവീൽ ചെയ്ത് തരാൻ തുടങ്ങും. और पवित्र आत्मा धीरे धीरे परमेश्वर के वचन को हमें बताता നമുക്ക് है. വചനത്തെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തരാൻ തുടങ്ങും. उस वचन का मतलब पवित्र आत्मा ആ समझाता വചനം है നമ്മുടെ ബുദ്ധിയിലേക്ക് വരും. और वो वचन हमारे दिमाग के अंदर आता है. ബുദ്ധിയിലായിരിക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങും. और जो वचन हमारे बुद्धि में है वो दिल के अंदर आता है. ഈ ഹൃദയത്തിൽ വരുന്ന വചനം കൊണ്ട് മാത്രമേ ഒരു ജീവിതം നമുക്ക് और जो സാധ്യമാവത്തുള്ളൂ. वचन हमारे दिल के अंदर आता है उस प्रकार हम अपना जीवन बिताते हैं. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കേട്ടു വെച്ചോണ്ട് പ്രയോജനം ഉണ്ടാവത്തില്ല. मेरी बातों को सुनने का कोई फायदा नहीं ഇത് है. ബുദ്ധിയിൽ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. वो बुद्धि में से दिल में आना है. അത് ജീവിതത്തിലേക്ക് വരണം. उसके बाद आपके जीवन ഈ के अंदर वो दिखना വചനത്താൽ जरूरी നിങ്ങൾ है. മാംസം ധരിക്കണമെന്നാണ് ഞാൻ उस പറഞ്ഞത്. वचन के द्वारा आप अपने शरीर को बल दें. ഈ വചനത്താൽ നിങ്ങൾ മാംസം ധരിക്കപ്പെടണം. उस वचन के द्वारा आप अपने शरीर को मांस दें. ഈ വചനത്താലാണ് അടുത്ത യുദ്ധത്തിന് നിങ്ങൾ നേരിടാൻ പോകുന്നത്. इस वचन के द्वारा आप अगली फाइट को लड़ने जा रहे हैं. ഞാൻ നിങ്ങളോട് റിയാലിറ്റി പറയട്ടെ. मैं आपको एक सच्चाई बताता हूं. നിങ്ങൾ ഒരു വചനം ഗ്രഹിച്ചെന്ന് കൂട്ടിക്കോ. अगर आप एक वचन सुन रहे हैं ആ तो വചനം വെച്ച് ജീവിക്കാൻ വേണ്ടി ഒരു ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടായി. और उस वचन के प्रकार जीना आप चाहते हैं നിങ്ങൾ तो ഇന്ന് രാവിലെ മുതൽ ഞാൻ ഈ വചനം അനുസരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിക്കുന്നത്. और आज के दिन से आप ऐसा बोलते हैं कि इस वचन के प्रकार मैं चलूंगा. ഫോർ എക്സാമ്പിൾ കോപിക്കരുതെന്നാന്ന് വിചാരിച്ചോ. एक उदाहरण देंगे कि गुस्सा नहीं करना है. ആ വചനം വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ പോവാ. उसको सोचते हुए हम प्रार्थना ദൈവമേ करते हुए എനിക്ക് बिता रहे കോപത്തിന്റെ हैं. മേലൊരു ജയം തരണേ. परमेश्वर आप इस गुस्से के ऊपर मुझे एक विजय ഞാൻ दें. ഇനി കോപിക്കത്തില്ല. अब मैं गुस्सा नहीं करूंगा. എനിക്ക് കോപത്തിന്റെ മേലൊരു ജയം വേണം.
मुझे गुस्से के ऊपर एक विजयता ഇതും प्राप्त करनी പറഞ്ഞായിരിക്കും है। നിങ്ങൾ അന്നത്തെ ദിവസം തുടങ്ങുന്നേ. और ये बोल के आप अपना दिन शुरू करेंगे। ഞാൻ പറയുന്നു ഈ വചനത്തിലായിരിക്കാം ഏറ്റവും കൂടുതൽ ടെസ്റ്റിംഗ് നിങ്ങൾക്ക് അന്നത്തെ ദിവസം और ഉണ്ടാവുന്നത്. मैं बताना चाहूंगा उस विषय के ऊपर, उस वचन के ऊपर सबसे ज्यादा परेशानी आपको होगी। എന്താണോ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ആ വിഷയത്തിലായിരിക്കാം ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഉണ്ടായി आप വരുന്നത്. जिस चीज पे विजय प्राप्त करना चाहते हैं उसके ऊपर सबसे ज्यादा परेशानी उस दिन होगी। പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, सब लोग मुझसे ऐसा पूछते हैं, പക്ഷെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഞാൻ ഏത് വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ വിഷയക്കാരെന്ന്? कैसे पहचान सकते हैं कि मैं सबसे ज्यादा किस विषय के ऊपर भारी हूँ? നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വീഴുന്ന ഏത് വിഷയത്തിലാണോ അതാണ് നിങ്ങളുടെ യഥാർത്ഥ എതിരാളി. आप किस चीज पे सबसे ज्यादा गिर रहे हैं वो आपका विरोधी है। ഓ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ? क्या आप सुन रहे हैं? ഏത് വിഷയത്തിലാണോ അടിക്കടി വീഴുന്നത് ആ വിഷയമാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട आप വിഷയം. जिस विषय के कारण बार बार गिर रहे हैं वो है आपका विरोधी। ദൈവം നിങ്ങളെ ആ വിഷയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. परमेश्वर आपको उस विषयों में से बाहर निकालना चाहता അതിന് है। ദൈവത്തിന്റെ കയ്യിൽ ഒത്തിരി ടൂളുകളുണ്ട് കേട്ടോ. परमेश्वर के पास बहुत सारे टूल्स हैं उसके അതിൽ लिए। ചിലപ്പോൾ ഒരു ടൂൾ ആയിരിക്കാം നിങ്ങളോട് കോപ്പറേറ്റ് ചെയ്യാത്തൊരു ബോസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. उसमें से शायद एक टूल ऐसा होगा, परमेश्वर ने आपको एक ऐसा बॉस दिया है जो आपके नहीं सुनता। അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലും ഉണ്ടായിരിക്കാം, परंतु आपके परिवार में ऐसा कोई നിങ്ങളുടെ होगा, ചുറ്റുപാടിൽ ആരെങ്കിലും आपके ഉണ്ടായിരിക്കാം. आस पड़ोस में ऐसा कोई होगा, എന്തിന് നിങ്ങളുടെ കുടുംബത്തിനകത്ത് തന്നെ ചിലപ്പോൾ വിഷയം ഉണ്ടായേക്കാം. आपके परिवार के अंदर शायद परेशानियां हो सकती हैं। എന്തിനാ ദൈവം ഇതൊക്കെ ചെയ്യുന്നറിയാവോ? परमेश्वर ऐसा क्यों कर रहा ഒന്ന് है? ദൈവത്തിന് വെളിപ്പെടുത്തി തരണം നിങ്ങളിൽ ഈ വിഷയം ഉണ്ടെന്ന്. क्योंकि परमेश्वर बताना चाहता है कि तेरे अंदर ये परेशानी എന്നിൽ है। ഒരു വിഷയം ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? കർത്താവേ എനിക്ക് കഴിയത്തില്ല, നിനക്ക് കഴിയും, ഈ വിഷയത്തിൽ തന്നെ പുറത്തു കൊണ്ടുവരണമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ഇന്ന് പുറത്തു വരും. जब मेरे अंदर एक परेशानी आती है तो मुझे ऐसा बोलना है, परमेश्वर मेरे अंदर ये परेशानी है, मुझसे नहीं होगा, आप मेरी सहायता करें। അതിന്റെ മുകളിലാണ് ദൈവത്തിന്റെ കൃപ പകരുന്നത്. उसके ऊपर परमेश्वर अपनी कृपा को बरसाता അതിനാണ് है। ദൈവത്തിന്റെ കൃപയെ പകരുന്നത്. उसके ऊपर परमेश्वर अपनी कृपा को बरसाता യേശുക്രിസ്തു ഈ है। ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ यीशु मसीह जब इस धरती पे थे അവനെ സകല കഷ്ടങ്ങളിൽ കൂടെ ദൈവം കടത്തിവിട്ടു, वो सारी परेशानियों में से निकले, സകല പ്രതികൂലങ്ങളിൽ കൂടെ കടത്തിവിട്ടു. सारी परेशानियों में से निकले। എബ്രായ ലേഖനക്കാരൻ എഴുതിയിരിക്കുകയാണ്, हिब्रू की किताब में ऐसा लिखा है। എന്തിനാണ് കടത്തിവിട്ടെന്നറിയാവോ? क्यों ऐसी परेशानियों में से निकाला അവനെ है? തികഞ്ഞവനാക്കാൻ വേണ്ടി, उसको एक अच्छा इंसान बनाने അവനെ के लिए, തികഞ്ഞവനാക്കാൻ വേണ്ടി. उसको एक सबसे श्रीमित इंसान ഇന്ന് बनाने के നിങ്ങൾ लिए। ഇവിടെ ആയിരിക്കുന്ന അവസ്ഥയിൽ തൃപ്തരാണോ? अगर आप इस परेशानी में खुश हैं तो, നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ തൃപ്തരാണോ? अगर आप आपकी परिस्थितियों में खुश हैं तो, ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തൃപ്തരാണോ? अगर आपकी परिस्थितियों में खुश हैं അതോ तो, നിങ്ങൾ ഒരു തികഞ്ഞവരാകാൻ വേണ്ടിയുള്ള വാഞ്ചയിലാണോ ആയിരിക്കുന്നത്? और अगर आप एक अच्छा इंसान बनने की याद में है तो, നിങ്ങൾ തികഞ്ഞവരാകാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നെങ്കിൽ अगर आप एक उस प्रकार की भूख में है तो, ഇന്നത്തെ വചനം നിങ്ങളോടാണ് പ്രിയപ്പെട്ടവരെ. आज का वचन आपके लिए है प्रियजनों। എനിക്കൊന്നിനും മുട്ടില്ലെന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. मुझे कोई कमी नहीं, ऐसे बोलने वाले लोगों के लिए मुझे कुछ ഞാൻ नहीं है बताने के തൃപ്തനാന്ന് लिए। പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. जो लोग ऐसा बोलते हैं कि मैं पूरा हूँ, भरपूर हूँ, उनके लिए कुछ नहीं। ദാഹമുണ്ടെന്ന് പറയുന്നവരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. अगर आप ऐसा बोलते हैं कि मेरे अंदर भूख है तो मैं उनसे बात करना चाहता ദൈവത്തിന്റെ हूँ। വചനം പറയുന്നു, परमेश्वर का वचन बोलता है, സമാധാനത്തിന്റെ ദൈവം തന്നെ शांति समाधान का परमेश्वर നിങ്ങളെ പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കും. आपको पूर्ण रीति से साफ करता അപ്പാ है। ഞാൻ നിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു, हे परमेश्वर, मैं आपके वचन पे നിന്റെ विश्वास करता വചനത്തിൽ हूँ। പറഞ്ഞിരിക്കുന്നു ഞാൻ നിന്നെ പരിപൂർണമായിട്ട് आपके ശുദ്ധീകരിക്കുമെന്ന്. वचन में बोला है कि आप मुझे पूर्ण रीति से साफ ഞാൻ करेंगे। നിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന കർത്താവേ, मैं आपके वचन पे विश्वास करता എന്റെ हूँ। വലത്തും ഇടത്തും ആരെന്തെല്ലാം പറയുന്നത് ഞാൻ मेरे കാര്യമാക്കുന്നില്ല. दाएं बाएं चाहे जो भी कुछ भी बोले, ഞാൻ വിശ്വസിക്കുന്ന വചനം എന്നോട് പറയുന്നു ഈ വചനം എന്നെ സമ്പൂർണ്ണമായിട്ട് मैं ശുദ്ധീകരിക്കുമെന്ന്. विश्वास करता हूँ जिस वचन पे, वो वचन मुझे बोलता है कि परमेश्वर मुझे साफ करेगा। എനിക്കിനി അതിന്റെ മുകളിൽ ആരുടെ അഷ്വറൻസിന്റെ ആവശ്യമില്ല. उसके ऊपर मुझे किसी के एश्योरेंस की जरूरत नहीं എനിക്ക് है। പരിശുദ്ധാത്മാവ് വചനത്തിൽ കൊടുത്തെന്ന് ഉറപ്പുണ്ട്. मुझे परमेश्वर वचन के द्वारा भरोसा देता है। സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനായി ശുദ്ധീകരിക്കും. शांति का परमेश्वर मुझे पूरी रीति से साफ करता है। സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനായി ശുദ്ധീകരിക്കും. शांति का परमेश्वर आपको पूर्ण रीति से शुद्धिकरण करता है। സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കും. शांति का परमेश्वर आपका पूर्ण रीति से शुद्धिकरण करता है। ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം പല ടൂളുകൾ ഉപയോഗിച്ചേക്കാം. शुद्धिकरण के लिए परमेश्वर बहुत प्रकार के टूल इस्तेमाल करते ദൈവം പല हैं। കഷ്ടങ്ങളിൽ കൂടെ കടത്തിവിട്ടേക്കാം. परमेश्वर शायद आपको मुसीबतों में से പല निकाले, പ്രതികൂലങ്ങളിൽ കൂടെ നിങ്ങളെ കടത്തിവിട്ടേക്കാം. शायद कुछ परेशानियों में से निकाले। നിങ്ങളുടെ ആ ഹൃദയത്തിന്റെ ആഴത്തിൽ ഏറ്റവും താല്പര്യം എന്തായിരിക്കണം എന്നറിയാവോ? आपके दिल के अंदर एक ऐसी इच्छा होनी चाहिए, നിങ്ങളുടെ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളുമായി തീരണമെന്നുള്ള വാഞ്ച जिस നിങ്ങൾക്കുണ്ടാവണം. प्रकार आपके परमेश्वर का दिल बहुत बड़ा, उस प्रकार आपका दिल भी होना चाहिए। അല്ലെങ്കിൽ എന്തോ കുഴപ്പം പറ്റുമെന്നറിയാവോ? अगर ऐसा नहीं होता तो ये परेशानी होती है। മതിയെന്ന് ഇതുപോലൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് വിചാരിക്കും. हम सोचते हैं कि चलो ऐसे ही चलेंगे। ഹലോ പ്രിയരെ, मेरी बात सुने, കേൾക്കണേ നിങ്ങൾ ഈ സംസാരം. अब मेरी बात सुने, मैं क्या बोल നിങ്ങൾ ഈ रहा ഭാഷ हूँ। ശ്രദ്ധിക്കണേ. आप इस भाषा पे ध्यान दें। ഒരു കൂട്ടം ആൾക്കാരെ
കൊണ്ടുപോകാമെന്നല്ല കർത്താവ് പറഞ്ഞേക്കുന്നത്. एक भीड़ को लेके जाएंगे, परमेश्वर ऐसा नहीं बोलता है। ഹലോ, എവിടുന്നെങ്കിലും ഒന്ന് വിടിവിക്കപ്പെട്ടെന്ന് ഏറ്റു പറഞ്ഞവരെ കൊണ്ടുപോകാമെന്നല്ല പറഞ്ഞേക്കുന്നത്. यार किसी को भी उठा लेंगे जिसने बोला कि मैंने उद्धार पाया है। അവൻ അവന്റെ മണവാട്ടിയെ ചേർക്കാനാണ് വരുന്നത്. परमेश्वर अपने अपने दुल्हनों को लेके आता है, നിങ്ങളെ लेके आता है। ആരും തെറ്റിച്ച് കളയില്ലെന്ന് ഞാൻ പറയുന്നു. आप में से किसी ने कोई गलती नहीं करी है। നിങ്ങൾ കൈ ഉയർത്തിവരെ കൊണ്ടുപോകാമെന്നല്ല പറയുന്നേ. या किसी ने हाथ उठाया तो उनको लेके जाएंगे, ऐसा नहीं बोला है। തന്നവരെ കൊണ്ടുപോകാമെന്നല്ല പറയുന്നത്. या कार्ड पे नाम लिखा है उनको लेके जाएंगे, ऐसा नहीं बोला है। സ്നാനപ്പെട്ടവരെ കൊണ്ടുപോകാമെന്നല്ല പറയുന്നത്. बपतिस्मा ली है उनको लेके जाएंगे, ऐसा नहीं बोला है। അഭിഷേകം ഒന്ന് മാത്രമല്ല പറയുന്നത്. अभिषेक वालों को नहीं बोला है। രക്ഷ ആവശ്യമാണ്, रक्षा जरूरी है, സ്നാനം ആവശ്യമാണ്, बपतिस्मा जरूरी है, അന്യഭാഷ അടയാളം अन्य भाषा ആവശ്യമാണ്, जरूरी है, കൃപാവരങ്ങൾ ആവശ്യമാണ്. कृपाओं का होना जरूरी है। ഇതിലെല്ലാം ഞാൻ വിശ്വസിക്കുന്നു, ഈ പ്രവൃത്തിയിൽ ഞാൻ ആശ്രയിക്കുന്നു. इन सभी चीजों का जरूरत है, मैं विश्वास करता हूँ। പക്ഷേ ദൈവത്തിന്റെ വചനം പറഞ്ഞത് ഞാൻ എന്റെ മണവാട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി വരുമെന്നാണ്. परंतु परमेश्वर का वचन बोलता है मैं अपने दुल्हनों को लेने आया हूँ। എന്റെ മണവാട്ടി സഭയെ കൊണ്ടുപോകാൻ വേണ്ടി വരുമെന്നാണ്. मैं अपनी कलीसिया जिसमें दुल्हन है उनको लेने आया ഇതിൽ हूँ। നിന്ന് പുറകോട്ട് കൊണ്ടിരുന്ന ഡയലൂട്ട് ചെയ്യുന്ന ഒരു വചനത്തിൽ നിങ്ങൾ ആശ്രയിക്കല്ലേ എന്ന് ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ ऐसे ഓർമ്മിക്കുന്നു. किसी भी वचन के ऊपर आप अपना भरोसा विश्वास ना रखें जो आपको पीछे ले जाए। യേശുവിനെ ഇതുപോലൊരു പ്രോസസ്സിൽ കൂടെ കടത്തിവിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. यीशु मसीह को इस प्रकार के एक गंभीरता से निकलना जरूरी था। നമുക്കും ഒരു കോഴ്സ് ദൈവം വെച്ചിട്ടുണ്ട്. परमेश्वर हमारे लिए एक कोर्स रखा है। നമ്മൾ എവിടെ ജനിക്കണം, हमारा कहाँ जन्म होना നമ്മൾ है, എവിടെ ആയിരിക്കണം, हमें कहाँ रहना है, ഏത് മാതാപിതാക്കൾ നമുക്കായിരിക്കണം, हमारे कौन माता पिता നമ്മൾ होंगे, ഏത് പട്ടണത്തിൽ ജീവിക്കണം, हमें किस शहर में रहना നമ്മൾ है, ഏത് ജോലി ചൂസ് ചെയ്യണം, हम कौन सा काम करें, നമ്മുടെ കളർ എന്തോ ആയിരിക്കണം, हमारा रंग क्या होगा, നമ്മുടെ ഉയരം എന്തോ ആയിരിക്കണം, हमारी हाइट क्या होगी, നമ്മുടെ ഓരോ വിരലിന്റെ അറ്റം പോലും എങ്ങനെയായിരിക്കണം എന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്ന हमारी एक ദൈവമാണ്. एक उंगलियों का अंत भी कैसे होगा वो परमेश्वर ने सोच रखा പ്രിയരേ, है। നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടാവണമെങ്കിൽ प्रियजनों, अगर आपके जीवन में आपको एक शांति समाधान चाहिए तो നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ ദൈവം എന്നെ ഡിസൈൻ ചെയ്ത രീതി തന്നെ ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. हमारा ये जानना जरूरी है परमेश्वर ने हमें जिस तरीके से डिजाइन करा है उस प्रकार हमारा रहना जरूरी है। അതിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഹൃദയം എനിക്ക് തരണേ നിങ്ങൾ പ്രാർത്ഥിക്കണം. उस चीज को एक्सेप्ट करने वाले एक दिल परमेश्वर से आप मांगे। നമ്മുടെ വളർച്ചയുടെ പ്രാരംഭം തുടങ്ങുന്ന അവിടെ हमारी बढ़ोतरी वहां से शुरू होती है। ദൈവമേ, നീ എന്നെ എവിടെ ആക്കിയിരിക്കുന്നു, हे परमेश्वर आपने मुझे कहाँ നീ रखा എന്നെ है, എങ്ങനെ ആക്കിയിരിക്കുന്നു. आपने मुझे किस प्रकार रखा है। ഒരു ദൈവവൈതൽ ഇത് അബദ്ധത്തിൽ സംഭവിച്ചതല്ല, एक एक परमेश्वर के दास के साथ गलती से नहीं हुआ है ഇത് ऐसा। അബദ്ധത്തിൽ സംഭവിച്ചതല്ല, ये गलती से नहीं हुआ है, അവന്റെ നിത്യ പദ്ധതിയാണ്. उनकी उनकी योजना है ये। നമ്മൾ ആരെ കണ്ടുമുട്ടുന്നു, हम किससे मिलते हैं, ആരോട് നമ്മൾ ഇടപെടുന്നു, हम किससे बात നമ്മൾ करते ഏത് हैं, ഭാഷ हम സംസാരിക്കണം, कौन सी भाषा में बात നമ്മൾ करते ഏത് हैं, രീതിയിലായിരിക്കണം, हम किस प्रकार हमें रहना നമ്മുടെ है, മുടി എങ്ങനെ ആയിരിക്കണം, हमारे बाल कैसे നമ്മുടെ रहने കണ്ണ് हैं, എങ്ങനെ ആയിരിക്കണം, हमारी आंखें किस प्रकार होनी ദൈവത്തിന്റെ चाहिए, പദ്ധതിയാണെന്ന് वो सब തിരിച്ചറിയുക. परमेश्वर की एक योजना है। ഇത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കീഴ്പ്പെട്ട് അതിന് ജീവിക്കാനായിട്ട് ये സാധ്യമാകൂ. परमेश्वर की योजना है, जानने के बावजूद ही हम परमेश्वर के साथ रह അപ്പൊ सकते हैं। പൂർണ്ണ മനുഷ്യനായിട്ടും പൂർണ്ണ ദൈവവുമായിട്ടായിരുന്ന യേശുവിനെ पूरी तरह मनुष्य और पूरी तरह परमेश्वर थे परमेश्वर यहाँ पे। എന്നിട്ടും പിതാവാം ദൈവത്തിന് കഷ്ടങ്ങളിൽ കൂടെ കടത്തിവിടണമായിരുന്നു. उसके बावजूद परमेश्वर यीशु मसीह को मुसीबतों से निकालना चाहता था। എന്തിനു വേണ്ടിയായിരുന്നു? वो क्यों चाहते थे ऐसा? തികഞ്ഞവനായി തീരാൻ വേണ്ടി. क्योंकि एक अच्छा इंसान बन के निकले ഇന്ന് പകൽ इसलिए। ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള കർത്താവേ, ആ തികഞ്ഞ അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുവരണമേ. आज के दिन मैं आपको बताना चाहूंगा कि आप ऐसा बोले हैं परमेश्वर आप भी मुझे उस परेशानियों में से निकालें। എന്റെ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ ഞങ്ങളുമായിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. जिस प्रकार मेरे पिता उस काबिल बन गए हैं आप भी मुझे उस काबिल बनाएं। ഈ ഹൃദയത്തിന് മാത്രമേ ഓരോ ദിവസത്തെ വചനം ബലപ്പെടുത്തുള്ളൂ കേട്ടോ. इस दिल को ही ऐसा रोज रोज वो वचन मिलता है। ഒരു വിഷയത്തിന് വേണ്ടി മാത്രം നമ്മൾ കർത്താവിൽ ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ, हम अगर एक विषय के लिए परमेश्वर पे सीमित है तो, വിഷയം നടന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ തള്ളിക്കളയും. और अगर वो विषय हमें पूरा नहीं होके मिलता तो हम परमेश्वर को ഒരു छोड़ देंगे। സൗഖ്യത്തിൽ നമ്മൾ ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ, अगर एक चंगाई के लिए हम ആ परमेश्वर पे സൗഖ്യം हैं तो, നടന്നില്ലെങ്കിൽ നമ്മൾ യേശുവിനെ തള്ളിക്കളയും. वो चंगाई नहीं मिलती तो हम परमेश्वर को छोड़ देंगे। ഇവിടുത്തെ വിഷയം ഇതൊന്നും അല്ല കേട്ടോ. यहाँ का विषय ये कुछ नहीं है। നമുക്ക് ഒരേ ഒരു ആശയമുള്ളൂ, हमारी सिर्फ एक ही उम्मीद है, ഞങ്ങൾക്ക് എങ്ങനെങ്കിലും हमें किसी भी तरह അങ്ങയുടെ സ്വഭാവത്തോട് ഞങ്ങൾക്ക് അനുരൂപരായി തീരണം. आपके स्वभाव के साथ हमें मिलना है। അതിന് ഞങ്ങൾക്ക് തനിയെ കഴിയത്തില്ല. वो हम अकेले नहीं कर അങ്ങ് सकते। ഞങ്ങളിലേക്കും തരിക മാത്രമല്ല, आप हमारे अंदर सिर्फ आए നാമും नहीं, കർത്താവുമായിട്ട് ചേർന്ന് പരിശുദ്ധാത്മാവിലുള്ള ഒരു സമ്പൂർണ്ണ വളർച്ചയും ഒരു കോപ്പറേഷന്റെ ആവശ്യമുണ്ട്. मैं और पवित्र आत्मा का मिलना जरूरी है। എന്നാൽ നമ്മുടെ ഇന്നത്തെ ലൈഫും നമ്മുടെ മുൻപുള്ള ലൈഫും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. मेरा अभी का जीवन और मेरे आने वाला जीवन में बहुत രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ഈ പ്രത്യേകതയുണ്ട്.
जो मनुष्य बचाया गया है उसके जीवन में बहुत बदलाव होते हैं। എന്താ കാര്യം എന്നറിയാവോ? उसका कारण क्या है? നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുന്നമേ എന്തു വന്നാലും നമ്മൾ സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുവായിരുന്നു. बचाए जाने से पहले हमारे जीवन में जो भी आता है उसका हम स्वीकार करते थे। ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണേ. अब ध्यान से सुने, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുന്നമേ बचाए जाने से पहले നമ്മുടെ ജീവിതത്തിലോട്ട് എന്ത് പാപം വന്നാലും अगर हमारे जीवन में कोई भी पाप आता അതിനെ है तो സ്വീകരിക്കാൻ ഒരു കവാടം തുറന്നിട്ടിരിക്കുവായിരുന്നു. उसको स्वीकार करने के लिए हमने सब खोल रखा था। എന്നാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ जब हमने अपनी रक्षा प्राप्त करी, നമ്മുടെ ഉടമസ്ഥ അവകാശം നമ്മൾ കർത്താവിന് കൈമാറി. हमने अपना पूरा अधिकार परमेश्वर को दे दिया। പക്ഷേ എന്നിട്ടും നമ്മൾ അതേ വീട്ടിലോട്ടാ കയറി ചെല്ലുന്നേ, उसके बाद हम उसी घर पे जाते हैं, അതേ ചുറ്റുപാടിലോട്ടാ നമ്മൾ ചെല്ലുന്നേ, उसी परिस्थितियों में जा रहे हैं, അതേ ഭവനത്തിലേക്കാ നമ്മൾ ഇറങ്ങി ചെല്ലുന്നേ, उसी भवन के अंदर हम दोबारा അതേ जा रहे വിഷയങ്ങൾ हैं നമുക്ക് വീണ്ടും ഉണ്ടായേക്കാം. और वही परेशानी दोबारा होगी। പക്ഷെ ഇവിടെ ഒരു വലിയ വ്യത്യാസം സംഭവിച്ചു. वहाँ पे एक बड़ी बदलाव का कारण ഇവിടെ हुआ। വ്യത്യാസം എന്താണെന്നറിയാവോ? वहाँ पे क्या बदलावट हुई? ഇന്ന് എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ഒരു മനസ്സല്ല നമുക്കുള്ളത്. सब चीजों को स्वीकार करने वाले एक दिल ദൈവം नहीं है हमारे നമ്മുടെ पास। മനസ്സിന് ഒരു വ്യത്യാസം വരുത്തിയിരിക്കുന്നു. परमेश्वर ने हमारे जीवन के अंदर एक बदलावट दिए वाला मन दिया है। ആര് വന്നാലും നമ്മുടെ വീട്ടിലേക്ക് കടന്നു പോകാൻ സമ്മതിക്കുന്ന ഒരു സെക്യൂരിറ്റി ആയിരുന്നു വിചാരിച്ചോ നമ്മുടെ വീടിന് കാവൽക്കാരനായി നിൽക്കുന്നേ. शायद पहले एक ऐसा सिक्योरिटी था जो भी आता है उसको अंदर आने देता था, ഇപ്പൊ ആ സെക്യൂരിറ്റിക്ക് ഒരു വ്യത്യാസം വന്നിരിക്കുന്നു. परंतु सिक्योरिटी के अंदर एक बदलाव आया है ഇപ്പൊ अभी। എല്ലാരെയും അങ്ങനെ കേട്ടിവിടത്തില്ല. अब सबको नहीं भेजता, അവൻ തടയാൻ തുടങ്ങി, वो रोकने लगा, അവൻ റെസ്ട്രിക്ഷൻ ചെയ്യാൻ തുടങ്ങി. वो रोकने लगा लोगों को। നമ്മൾക്ക് അകത്തെ മനുഷ്യൻ എന്തിനാ ശക്തിപ്പെടേണ്ടതെന്ന് അറിയാവോ? हमारे अंदर के मनुष्य का जागना इसलिए जरूरी है। ആവശ്യമില്ലാത്തത് അകത്തേക്ക് കടക്കാതിരിക്കാൻ ആത്മാവിന്റെ ബലം നമ്മൾ ധരിക്കേണ്ട ആവശ്യമുണ്ട്. जिस चीजों की हमारे जीवन में जरूरत नहीं उसको रोकने के लिए हमें अंदर के मनुष्य को सामर्थ्य बनाना है। പതുക്കെ ഈ അകത്തെ മനുഷ്യൻ വളർന്ന് നമ്മൾ പാപത്തിന് അകത്ത് കടക്കാൻ കഴിയാത്ത ഒരു വിശുദ്ധിയുടെ ലൈഫിലേക്ക് നമ്മൾ പ്രവേശിക്കും. धीरे धीरे हम अपने अंदर के मनुष्य को बढ़ाए और वो पाप से हमें बाहर निकालेगा। ഇതിലേക്ക് ദൈവം നമുക്ക് ഒത്തിരി കഷ്ടങ്ങളും പ്രതികൂലങ്ങളും വെച്ചിട്ടുണ്ട്. उसके बीच में परमेश्वर हमारे लिए बहुत सारी परेशानियों को रखा है। ഈ കഷ്ടങ്ങളെ നമ്മൾ പ്രാർത്ഥിച്ചെടുത്ത് കളയാൻ പറ്റുന്നതല്ല. इस सारी परेशानियों को हम प्रार्थना करके दूर नहीं कर ഈ सकते। വിഷയങ്ങളെ നമ്മൾ ഉപവസിച്ചെടുത്ത് കളയാൻ പറ്റുന്നതല്ല. इन विषयों को हम उपवास की प्रार्थना के साथ ഈ दूर नहीं कर വിഷയങ്ങളെ सकते। നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് നമ്മളെ അവിടെ തികഞ്ഞവരാക്കേണ്ട ആവശ്യം ദൈവത്തിനുണ്ട്. इस विषयों को आप अनुभव करके परमेश्वर के पास नजदीक जाना जरूरी ഒരേ है। ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. एक और वचन पढ़ के मैं समाप्ति करता നമുക്ക് हूँ। വായിക്കാം 1 പത്രോസിന്റെ ലേഖനം, 1 Peter chapter 1 verses 14 to 16. 1 പത്രോസ് 1 അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. पहला पत्रोस 1:14 से 16 पढ़ेंगे। പണ്ട് നിങ്ങളുടെ അജ്ഞാതകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുള്ള മോഹങ്ങളെ മാതൃകയാക്കാതെ. ഒന്ന് നിൽക്കണേ ഈ വാക്യം എല്ലാവരും ശ്രദ്ധിക്കണേ. 1 പത്രോസ് 1 അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വേദപുസ്തകമുള്ള എല്ലാവരും ദയവായിട്ടൊന്ന് എടുക്കണേ. മാർക്ക് ചെയ്താൽ അത് പാപമല്ലെന്ന് വിശ്വസിക്കുന്നവർ അതിനകത്തിലൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോ, കുഴപ്പമൊന്നും സംഭവിക്കത്തില്ല. ഈ വാക്യം ഒന്ന് ഓർത്തോണേ. 1 പത്രോസ് 1 അധ്യായത്തിന്റെ 14 മുതൽ 16 വരെ വാക്യങ്ങളാണ് വായിക്കുന്നത്. നമ്മ ഇനി വായിച്ചോട്ടെ. പണ്ട് നിങ്ങളുടെ അജ്ഞാതകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ പണ്ട് മാതൃകയാക്കാതെ നിങ്ങളുടെ അജ്ഞാതകാലത്തുള്ള മോഹങ്ങളെ മാതൃകയാക്കാതെ ഒന്ന് നിന്നാട്ടെ. ഇവിടെ പറയുന്നു यहाँ पे ऐसा बोला गया है, പണ്ട് നിങ്ങളുടെ അജ്ഞാതകാലത്ത്, जब आपके पुराने समय में, എന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്നും അറിയാതിരുന്ന സമയത്ത്, जिस समय आप कुछ नहीं जानते, നിങ്ങൾക്ക് രക്ഷയെ തിരിച്ചറിയാൻ പറ്റാത്തപ്പം, जब आप विश्वास को नहीं जानते പാപത്തിന്റെ മേൽ ഒരു ജയത്തിനായിട്ട് ആഗ്രഹിക്കണമെന്ന് വിചാരിക്കാത്ത സമയത്ത്, और पाप के ऊपर एक विजय प्राप्त करना है അന്ന് नहीं നിങ്ങളുടെ जानते, അജ്ഞാനകാലത്തുണ്ടായിരുന്ന, जब ना समझी के समय पे, അടുത്ത വാക്യം വായിച്ചേട്ടാ മാമേ. മോഹങ്ങളെ മാതൃകയാക്കാതെ കണ്ടോ, നമുക്ക് നേരത്തെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. എല്ലാ മോഹത്തിനും നമ്മൾ അധീനരായി ജീവിക്കുമായിരുന്നു. पहले हमारे जीवन में एक परेशानी थी, जितने भी हम इच्छा है, जितने भी आशा हम रखते थे उसके पीछे चलते थे। നമ്മൾ ഒന്നിനോടും നോ പറയത്തില്ല. हम किसी भी चीज को नो नहीं बोलते थे। ഞങ്ങൾക്കൊരു അയലത്തുകാരിയുണ്ട് നാട്ടില്. हमारा एक पड़ोसी है केरला में। ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് മേടിക്കാൻ പോകുമ്പോൾ, हम जब भी कुछ लेने जाते हैं, ഞങ്ങളുടെ ചുറ്റുപാടിൽ ആരെങ്കിലും ഒന്ന് മേടിക്കാൻ പോകുമ്പോൾ, अगर आस पड़ोस में कोई कुछ लेता है तो എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, അത് വേണോ ഇത് വേണോ, മേടിക്കാൻ പോകുക അത് വേണോ എന്നൊക്കെ ചോദിക്കും. सब लोग इधर उधर आस पड़ोस के लोग से पूछते हैं कि आपको कुछ चाहिए क्या। ചിലർ പറയും ഞങ്ങൾക്ക് ഇത് വേണ്ട ഇത് മേടിച്ചോണ്ടോ, ചിലർ പറയാം അല്ല ഞങ്ങൾക്ക് ഈ 2 എണ്ണം വേണം 1 വേണ്ടെന്ന് പറയും. और कुछ लोग बोलते हैं कि मुझे ये चाहिए, मुझे वो नहीं चाहिए, मुझे 1 चाहिए, मुझे 2 चाहिए। പക്ഷെ എന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ഒരു അമ്മാമയുണ്ട്. परंतु मेरे घर के सामने एक आंटी है, ഒന്നും വേണ്ടാന്ന് പറയത്തില്ല. वो कहते हैं ऐसा मुझे कुछ नहीं चाहिए, ഒന്നും വേണ്ടാന്ന് പറയത്തില്ല, मुझे कुछ नहीं चाहिए ऐसा नहीं बोलते। എല്ലാം വേണമെന്നേ പറയത്തുള്ളൂ. वो कहते हैं मुझे सब कुछ चाहिए। അതിപ്പോ അവിടെ വേണ്ടാത്താണേലും വേണമെന്നേ പറയത്തുള്ളൂ. अगर उनको वो चाहिए नहीं चाहिए होगा तब भी उनको അതുകൊണ്ട് चाहिए। ഞങ്ങളുടെ ഏരിയയിൽ ഒരു സംസാരമുണ്ട്. इसलिए मेरे घर के आस पड़ोस में ऐसी एक बात है, മേടിക്കാൻ പോകുമ്പോൾ ചോദിക്കണ്ട, പുള്ളിക്കാരിക്ക് എല്ലാം വേണം.
जब आप कुछ लेने जाए तो ऐसा उनसे पूछे नहीं आपको क्या चाहिए, उनको നമ്മുടെ सब പഴയ चाहिए। മനുഷ്യൻ ഇതുപോലായിരുന്നു. हमारा पूरा मनुष्य ऐसा था, അവന് വേണ്ടാത്ത ഒന്നുമില്ല. पुराने मनुष्य को ऐसा कुछ नहीं था जो उनको नहीं चाहिए, എല്ലാത്തിലും കൈവെക്കും. उनको सब चाहिए था। അല്പം കള്ളത്തിൽ കൈവെക്കും, थोड़े से झूठ में हाथ रखते हैं, പണത്തിന്റെ വിഷയത്തിൽ കൈവെക്കും, थोड़े पैसों में हाथ रखते हैं, മോഹത്തിൽ കൈവെക്കും, मोह में हाथ रखते ജഡത്തിന്റെ हैं, ഇഷ്ടത്തിൽ കൈവെക്കും. और എന്താണോ നമ്മുടെ ബോഡിയിലുള്ള ടെൻഡൻസി അതിനകത്തെല്ലാം കൈവെക്കും. जो भी हमारा मनुष्य करना चाहते थे उस पे हाथ रखते थे, എല്ലാത്തിലും കൈവെക്കും. सब चीजों पे हाथ रखते हैं। രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ जब वो बचाए जाए, നമ്മുടെ ഓണർഷിപ്പ് മാറും. हमारा जो ऑनरशिप है वो बदल गया है, ഇപ്പൊ അവൻ റെസിസ്റ്റന്റ് ചെയ്യാൻ തുടങ്ങി. और अब वो उन्होंने रोकना शुरू कर दिया ഇപ്പൊ है, എല്ലാത്തിനും എതിരിടാൻ തുടങ്ങി. वो सब कुछ नहीं चाहिए ഇപ്പൊ उन्हें, എല്ലാം അങ്ങനെ കയറാൻ തുടങ്ങുന്നില്ല. अब सब कुछ पहले की तरह नहीं है, ഇതിനെ എതിർക്കാനായിട്ടാണ് നമുക്ക് ശക്തി വേണ്ടത്. और उस चीज को रोकने के लिए एक शक्ति चाहिए हमें। യേശുവിനെ കുറിച്ച് യെശയ്യാ പ്രവചനത്തിൽ വായിക്കുമ്പോൾ यीशु मसीह के बारे में यशायाह किताब में हम ऐसा पढ़ते हैं, ജ്ഞാനത്തിന്റെയും बुद्धि का, പരിജ്ഞാനത്തിന്റെയും समझ का, വിവേകത്തിന്റെയും और समझदारी का, ആലോചനയുടെയും और सोच का, ആത്മാവിനെ കുറിച്ച് അവിടെ പറയുന്നു. आत्मा के बारे में बताया गया है। യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ यीशु मसीह जब इस धरती पे थे, നമ്മൾ പറഞ്ഞു യേശു 100% മനുഷ്യനും 100% ദൈവമാ. हम बोल रहे हैं परमेश्वर 100% मनुष्य और 100% പക്ഷെ भगवान യേശു ഈ है। ഭൂമിയിലായിരുന്നപ്പോൾ परमेश्वर इस धरती पे थे, അവന് ജ്ഞാനത്തിന്റെയും उनको बुद्धि की, പരിജ്ഞാനത്തിന്റെയും समझ की, വിവേകത്തിന്റെയും और समझदारी की, ആലോചനയുടെയും और सोच की, യഹോവ ഭക്തിയുടെയും और यह परमेश्वर की भक्ति की, ആത്മാവിനെ ആവശ്യമായിരുന്നു. आत्मा की जरूरत थी। കേൾക്കുന്നുണ്ടോ? क्या आप समझ सुन रहे हैं? യേശുവിന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇതെല്ലാം ആവശ്യമായിരുന്നെങ്കിൽ പ്രിയരെ നമുക്ക് എത്ര അധികമാണ്. जब परमेश्वर जब इस धरती पे थे, अगर उनको इन सब चीजों की जरूरत थी तो हमें कितनी ज्यादा जरूरत है इन सब चीजों നമുക്ക് की। എന്തിനാ ഇതിനൊക്കെ ആവശ്യം അറിയാവോ? हमें इन सब चीजों की जरूरत क्यों है? നമുക്കൊരു ശുശ്രൂഷ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല. हमारे पास एक मिनिस्ट्री है ये दिखाने के लिए नहीं, നമുക്ക് എന്തെങ്കിലും ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയല്ല. हमें मनुष्यों को दिखाने के लिए नहीं, ഇത് രഹസ്യത്തിലും പരസ്യത്തിലും ജീവിക്കാൻ വേണ്ടി. ये जब हम सीक्रेट लाइफ जीते हैं तब दिखाने के लिए യേശു है। നടന്നതുപോലെ നടക്കാൻ വേണ്ടി, हमें परमेश्वर की तरह चलने के लिए, യേശു സംസാരിച്ചതുപോലെ സംസാരിക്കാൻ जिस വേണ്ടി, प्रकार यीशु मसीह ने बात करी उस प्रकार बात ആത്മാക്കളെ करने के കുറിച്ച് लिए, അവനുള്ള ദാഹം നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാകാൻ വേണ്ടി, जो एक भोज परमेश्वर को आत्मा को लेकर था वो हमारे अंदर आने के लिए, നമ്മുടെ ജീവിതത്തിനകത്ത് വലിയൊരു വ്യത്യാസം ഉണ്ടാവാൻ हमारे വേണ്ടി. जीवन के अंदर बहुत बड़ा बदलाव आने पाए, അവിടെ എഴുതിയിട്ടുണ്ട്, ബലത്തെ കുറിച്ചും അവിടെ എഴുതിയിട്ടുണ്ട്. वो बल के बारे में भी यहाँ पे लिखा है। നമുക്ക് എന്തിനു വേണ്ടിയാ ഒരു ബലം എന്നറിയാവോ? हमें बल की क्यों जरूरत അതെ, है? വീര്യപ്രവർത്തികൾക്ക് വേണ്ടി ബലം നമുക്ക് ആവശ്യമാണ്. वो बड़े बड़े काम करने के लिए बल की जरूरत है, ബലം വേറൊരു സ്ഥലത്ത് നമുക്ക് ആവശ്യം കേട്ടോ. और दूसरी एक और जगह हमें जरूरत है। എവിടാന്നറിയോ? ഈ എവിടാന്ന് ഈ സെക്യൂരിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എതിർക്കാൻ പറ്റാത്ത സ്ഥലത്ത് ആരോഗ്യത്തോടെ നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ ബലം जो ആവശ്യമാണ്. हमारे अंदर का जो सिक्योरिटी है वो जब चीजों को रोक नहीं सकता तो उसको उस बल की जरूरत है ഈ रोकने के लिए। ആത്മാവിന്റെ ബലം നമുക്ക് ആവശ്യമാണ്. उस आत्मा का बल बहुत जरूरी അവനെ है। ഉള്ള എതിരികളെ അകത്തോട്ട് കടക്കാൻ സമ്മതിക്കാതെ റെസ്ട്രിക്ട് ചെയ്യുന്നത്. वही है जो लोगों को रोकता है रस्तों पे। ഇവിടെ കൊരിന്ത്യ ലേഖനക്കാരൻ പറയുകയാണ്, कुरिन्थियों किताब में ऐसा लिखा നിങ്ങളുടെ है, അജ്ഞാന കാലത്തുള്ള മോഹങ്ങളെ നിങ്ങൾ മാതൃകയാക്കരുത്. आपकी नासमझी के समय में आपकी जितनी भी इच्छा थी उसके पीछे ना जाएं। നിങ്ങൾ പിന്നെ എന്തിന് മാതൃകയാവണമെന്ന് അറിയാവോ? आप किस चीज का पीछा करें? നിങ്ങൾ യേശുവിന് മാതൃകയായി आप തീരണം. यीशु मसीह का पीछा करें। ആ വാക്യത്തിന്റെ ബാക്കി ഭാഗം ഒന്ന് വായിക്കാൻ उस പോവാം. वचन के बाद वाला हम पढ़ेंगे। വായിച്ചേട്ടാ മാമേ. പണ്ടു നിങ്ങളുടെ അജ്ഞാതകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ അതെ, നിങ്ങളെ വിളിച്ച് വിശുദ്ധനോത്തവണ്ണം നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. അനുസരണമുള്ള മതി 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 മക്കളായി മാമേ. ഒരു നിക്കണേ മാമേ. ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. आपको जिस होली इंसान ने बुलाया उसके प्रकार, കേട്ടോണേ, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. आपको जिस होलीनेस ने बुलाया है उस प्रकार के होलीनेस में, അടുത്ത വാക്യം വായിച്ചാട്ടെ. അനുസരണമുള്ള മക്കളായി അനുസരണമുള്ള മക്കളായി. എല്ലാ നടപ്പിലും വിശുദ്ധരാകുന്നു. ഒരിക്കെ എന്തിലെങ്കിലും മാറാൻ പറഞ്ഞിട്ടുണ്ടോ? क्या किसी में हटने के लिए बोला है? എല്ലാ നടപ്പിലും, हर चीज में, എല്ലാ നടപ്പിലും. हर चाल में ഇതിനകത്ത് നമ്മൾ ഡയലൂട്ട് ചെയ്യരുത്. इसको आप बदले ना। ഹലോ, क्या आप सुन रहे हैं? പറ്റുന്നതൊക്കെ ചെയ്യുന്നേ. या कुछ भी होगा वो करेंगे। പണ്ടൊരു ഫാസ്റ്റിംഗ് പ്രയർ നടന്നു. पहले एक ऐसी उपवास की प्रार्थना हुई थी, 21 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ ആയിരുന്നു. 21 दिन की प्रार्थना हुई थी। 20 ദിവസം എല്ലാവരും പ്രാർത്ഥിച്ച് നല്ല ബലത്തോടെ നിൽക്കുക. 20 दिन अच्छे सब लोग प्रार्थना करके पूरे बल के साथ हैं। 21ാമത്തെ ദിവസം പ്രസംഗിച്ച പാസ്റ്റർ പറഞ്ഞു, 21वें दिन जिस पासवान ने प्रचार कर उन्होंने ऐसा बोला, നല്ല ദൈവവചനം കൊടുത്തു. अच्छा वचन बताया। അതിന്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു, उसके बीच में उन्होंने ऐसा बोला, നിങ്ങൾ സിനിമ കാണരുത്, आप मूवी ना देखें, സീരിയൽ കാണരുത്, अब सीरियल ना देखें, നിങ്ങളുടെ ആത്മ മനുഷ്യനെ ഞെരുക്കുന്ന ഒന്നും നിങ്ങൾ കാണരുത്. अब अपनी आत्मिक जीवन को बंद करने वाला कुछ भी ना देखें। നിങ്ങൾ ആ 2.5 മണിക്കൂർ ലോകത്തിന് കൊടുക്കല്ല, ദൈവത്തിന് കൊടുക്കണം. अब वो ढाई घंटे मनुष्य को नहीं परमेश्वर को दे। നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് നിസാര എന്ന് പറയരുത്.
आप अपने भाई को ऐसा ना बोले कि तू ठीक है। ഇതെല്ലാം വളരെ ഗൗരവമേറിയ കാര്യം പറഞ്ഞു. वो सब कुछ बहुत बड़ी बड़ी बातें बोली उन्होंने। ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ കട്ടിയായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു. जैसे वचन में बोला है, बहुत ही मुश्किल चीजों को उन्होंने बताया। ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തെ ആൾക്കാർ മൊത്തം ശാന്തമായി. उसको बोलने के बाद सब लोग शांत हो गए। 20 ദിവസത്തെ അവരുടെ ആ ഒരു ഉത്സാഹം നഷ്ടപ്പെട്ടു. उनके 20 दिन की जो एक ताकत थी वो कम हो गई। അവർക്ക് അങ്ങ് ആകെ മുഖത്തൊരു അസ്വസ്ഥത കണ്ടിട്ട് തോന്നി. उनको बहुत ज्यादा अनकंफर्टेबल फील हुआ। ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ആർക്കാണെന്നറിയോ? वो कौन समझ पाया? വരുന്ന പാസ്റ്ററിന് മനസ്സിലാവത്തില്ല. वो जो पास्टर आए थे उनको समझ में नहीं आया। ആർക്കാ ഇത് മനസ്സിലാവുന്നറിയോ? वो किसको समझ में आया? ആ സഭയിലെ പാസ്റ്ററിന് അറിയാൻ പറ്റും. उस कलीसिया के पासवान को समझ में आया। സഭയിലെ പാസ്റ്ററിന് മനസ്സിലായി എല്ലാവരുടെ ആ എനർജി ചോർന്നു പോയി. इस कलीसिया के पासवान को समझ में आया कि सबकी ताकत खत्म हो गई है। ഇപ്പോഴത്തേക്ക് ആ പാസ്റ്റർ എഴുന്നേറ്റിട്ട് പറഞ്ഞു, उस पासवान ने खड़े होकर बोला, 21 ദിവസം നമ്മൾക്ക് വചനം കേൾക്കാൻ സഹായിച്ചല്ലോ. 21 दिन परमेश्वर ने हमें वचन सुनने की सहायता करी। നമ്മളെല്ലാവരും വചനത്താൽ ബലപ്പെട്ടിരിക്കുകയാണല്ലോ. आप सब लोग वचन के साथ बलवान हैं। ഇന്നത്തെ വചനവും നമ്മൾ കേട്ടല്ലോ. आज का वचन भी हमने सुना। എല്ലാം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കഴിയുന്നത്രയെങ്കിലും നിങ്ങൾ ചെയ്യണം. अगर सब कुछ आप नहीं कर पा रहे तो जो आप कर सकते हैं वो करें। ഓ ആൾക്കാരുടെ മുഖം എല്ലാം വീണ്ടും തേജസ്സായി. सब लोग खुश हो गए दोबारा, കാരണം അവർക്ക് സിനിമ വിടാൻ താല്പര്യമില്ല. क्योंकि वो लोग मूवी देखना नहीं छोड़ सकते, സീരിയൽ വിടാൻ सीरियल താല്പര്യമില്ല. छोड़ना नहीं चाहते हैं, സഹോദരനെ പോലെ കാണാൻ താല്പര്യമില്ല. भाई को भाई की तरह नहीं देख पा പക്ഷെ रहे हैं, അവർക്ക് വിടുതൽ വേണം. परंतु उनको छुटकारा चाहिए। ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് പാസ്റ്റർ പറ്റുന്നത്രയും ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇരട്ടി സന്തോഷമായി. जैसे ही उनके कलीसिया के पासवान ने बोला, आप ये सब करने की जरूरत नहीं, जो आप कर सकते हैं वो करें, तो खुश हो गए। സെക്രട്ടറി അച്ഛൻ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, सेक्रेटरी खड़े होकर प्रार्थना करने लगे, ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. परमेश्वर हमें इतनी सहायता करी इसलिए परमेश्वर का ഞങ്ങളാൽ धन्यवाद। കഴിയുന്നതെല്ലാം ഞങ്ങൾ ശ്രമിക്കുകയാണ്. हम जो कर सकते हैं वो हम सब करेंगे। ഈ പ്രാവശ്യം കഴിയാത്ത അടുത്ത ഒരു ഉപവാസത്തിനെങ്കിലും ഒരു തീരുമാനത്തോടു കൂടി കടന്നു വരണം. जो आज नहीं कर पाए वो शायद अगले महीने करे, परमेश्वर सहायता करे। ഹലോ, നമ്മൾ ഇങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്? क्या हम लोग इस प्रकार के एक छुटकारा चाहते हैं? എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ പാപം ചെയ്യാൻ ഉണ്ടോ എന്നാണോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? क्या हम ऐसी चीज ढूंढ रहे हैं अगर कोई भी तरीके से हम पाप कर सकते हैं वैसे ढूंढ रहे हैं? എല്ലാവരും ശ്രദ്ധിച്ചില്ല. आप लोग सब ध्यान से सुने। എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടോ ഞങ്ങൾക്ക് പാപം ചെയ്യാനാണോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? अगर ऐसा कोई एक जरिया है क्या जिसमें से मैं पाप कर सकता हूँ? നമ്മൾ അതാ ചോദിക്കുന്നത്. क्या हम ऐसा चीजें ढूंढ रहे हैं? കർത്താവേ, ഞാൻ എത്രത്തോളം അടുത്ത് പോകാൻ പറ്റും പാപത്തിന്റെ? हे परमेश्वर, मैं कितने और नजदीक जा सकता ഞാൻ हूँ पाप के? എത്രത്തോളം പറ്റും കർത്താവേ? और मैं कितने पास जा सकता हूँ? ഇച്ചിരൂടെ അടുത്ത് പോകാൻ പറ്റുമോ? थोड़ा सा और पास, ഇച്ചിരൂടെ അടുത്ത് പോകാൻ പറ്റുമോ? थोड़ा सा और पास। പണ്ട് യൗവനക്കാരെ കുറിച്ചുള്ള ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. पहले नौजवानों के बारे में एक किताब लिखी थी, അതിനകത്തൊരു പാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു. उसमें एक पासवान ऐसा बोलते हैं, യൗവനക്കാരനെ യൗവനക്കാരത്തികളും തിരിച്ചറിയേണ്ട കാര്യം, एक यंग पुरुष और महिला को ये जानना जरूरी है, ഇതൊരു തീയും പടക്കവും പോലെ. वो एक क्रैकर्स और आग की तरह है। അതുകൊണ്ടുണ്ടല്ലോ അധികം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. इसलिए इसके कारण ज्यादा हम പക്ഷേ ഇതിനെ രണ്ടിനെയും നമുക്ക് സൂക്ഷിച്ചു കൊണ്ടുപോകാൻ പറ്റൂലേ? हम उन दोनों चीजों को संभाल सकते हैं। ഇതുപോലെ നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നത്, उस प्रकार हम परमेश्वर से बोलते हैं, കർത്താവേ, എനിക്ക് എത്രയും പറയാൻ പറ്റും? परमेश्वर मैं सिर्फ इतना बोल सकता हूँ। ഇത്രയൊക്കെ എനിക്ക് പറയുന്നതിനകത്ത് കുഴപ്പമുണ്ടോ? क्या मैं इतना बोल सकता हूँ? ഇത്രയും പാപത്തിൽ പോകുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? या क्या मैं इतना पाप कर ഞാൻ सकता हूँ? ഇച്ചിരൂടെ അടുത്തോട്ടെ. या थोड़ा सा और पाप कर सकता നമ്മൾ हूँ? കർത്താവിൽ നിന്ന് പെർമിഷൻ മേടിച്ച് പാപം ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കും. हम परमेश्वर से अनुमति लेके पाप करने वाले मनुष्य हैं। അവർക്ക് പൂർണ്ണതയെ കുറിച്ച് പറയുന്നത് ഇഷ്ടമല്ല. वो पूरे तरीके से संपूर्णता से पाप छोड़ नहीं सकते। അവർക്ക് നിറവിനെ കുറിച്ച് പറയുന്നത് ഇഷ്ടമല്ല. वो परमेश्वर की भरपूरी के बारे में बात करना उनको पसंद नहीं। അവർക്ക് സൽഗുണ സമ്പൂർണ്ണനാവുന്നതിനെ കുറിച്ച് കേൾക്കുന്നത് उनको ഇഷ്ടമല്ല. पूर्ण रीति से परमेश्वर को समर्पित करना वो पसंद അവർക്ക് नहीं। ഇഷ്ടം എന്താണെന്ന് അറിയാവോ? രോഗസൗഖ്യമാണ്. उनको पसंद क्या है? चंगाई। അവർക്ക് അവരുടെ വിഷയത്തിന് വിടുതൽ വേണം. उनको छुटकारा पसंद है। അത് എവിടെ കിട്ടുന്നോ സഭ അവർക്ക് വിഷയമല്ല. वो कहाँ पे मिलेगा, कौन सी कलीसिया में मिलेगा, वो उनके लिए എനിക്ക് मायने ഒരേ नहीं ഒരു रखता। കാര്യം പറയാനുള്ളൂ. ജീവമൊഴികളുടെ വചനം കിട്ടാത്തടത്ത് പോയി നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയരുത്. ജീവമൊഴിയുടെ വചനം കിട്ടാത്തടത്ത് പോയി നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി जहाँ पर आपको वचन ना मिले वहां पर जाके आप अपने जीवन को खराब ना करें। പ്രിയരെ, അവിടെയും കീബോർഡ് കാണും, वहां पे भी कीबोर्ड होगा, അവിടെ സ്പീക്കർ കാണും, वहां पे भी स्पीकर होगा, അവിടെ 4x4 ബീറ്റ് കാണും. वहां पे भी 4x4 की बीट होगी। പക്ഷേ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, परंतु एक चीज आप ना भूलें, നിങ്ങളുടെ അകത്തിരിക്കുന്ന വിലയേറിയതിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തി आपके अंदर की जो आत्मा है उसको लॉस ना करें। ഞാൻ അവസാനിപ്പിക്കുകയാണ്. मैं ऐसे खत्म करूंगा। ഇവിടെ പറഞ്ഞു കണ്ടോ, നിങ്ങളുടെ പഴയ മോഹങ്ങളെ പുറകിന് മാതൃകയാക്കാതെ यहाँ पे ऐसा बोला है, आप अपने पीछे की इच्छाओं को लेके ना आए। വിളിച്ച വിശുദ്ധിക്കനുസരിച്ച് നിങ്ങൾ വളരണം. आपको जिस होलीनेस ने आपको बुलाया उस प्रकार आप होली ആ रहें। വിശുദ്ധനനുസരിച്ച് നിങ്ങൾ വളരണം. उस होली परमेश्वर की तरह आप होली रहें। ഈ ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. वो एक भूख आपके अंदर होनी എന്റെ चाहिए। ചോദ്യം, എന്നുവരെ ഈ ദാഹം വേണം? मेरा एक प्रश्न है कि कब तक आपको ये भूख होना जरूरी है? കണ്ണടയുന്നിടം വരെ ഇതുണ്ടായിരിക്കണം. जब तक आपकी जिंदगी है तब तक रहें। കണ്ണടയുന്നിടം വരെ ഉണ്ടായിരിക്കണം. जब तक आपकी आंखें आखिरी बार बंद ना हो तब तक। കണ്ണടയുന്നിടം വരെ ഇതുണ്ടായിരിക്കണം. जब तक आपका जीवन है तब तक। നമ്മൾ സുവിശേഷത്തിലൊരു ഭാഗം കാണുന്നു. वचन में हम ऐसा देखते हैं, ഒരു വ്യക്തി एक मनुष्य സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ബോധം ലഭിച്ച്
स्वर्ग के बारे में जान के അവനുള്ളത് മുഴുവൻ പോയി വിറ്റിട്ട് उनके पास जो है सब कुछ बेच के ഒരു വയല് പോയി വാങ്ങിച്ചു. एक खेत ले लेता है जाके। നമുക്കറിയാലോ ആ ഭാഗം. क्या आप लोग जानते हैं वो? എല്ലാവരും അവനെ കളിയാക്കാൻ തുടങ്ങി കാണും. सब लोग उसके लिए हंसते हैं, मजाक എടാ उड़ाते हैं। ഉള്ളത് മുഴുവൻ വിറ്റിട്ട് ആരെങ്കിലും പോയി വയല് മേടിക്കുവോ? अरे तूने सब कुछ अपना बेच के एक तूने खेत ले लिया। നമ്മൾ വയല് വിറ്റിട്ട് നല്ലത് മേടിക്കാൻ വേണ്ടി ഇരിക്കുക. हम लोग खेत लेके एक अच्छे घरों को लेते हैं, പക്ഷെ അവൻ എന്ത് ചെയ്യുന്നറിയോ? ഉള്ളത് മുഴുവൻ വിറ്റിട്ട് പോയി വയല് മേടിച്ചിരിക്കുന്നു. और परंतु इन्होंने ऐसा करा, सब कुछ बेच के एक जमीन ले ली। വയലിൽ കാണത്തക്ക ഒന്നുമില്ല. उस खेत में देखने लायक कुछ नहीं, പക്ഷെ അവൻ ആ വയല് വാങ്ങിച്ചത് എന്താണെന്നറിയാവോ? परंतु उनके उस खेत को लेने का निर्णय അവൻ ये ആ था। വയലിനകത്തുള്ള നിധിയെ അവന് കണ്ടു. उस खेत के अंदर की एक चीज को उसने देखा। അവൻ ആ വയലിനുള്ളിലെ നിധി കണ്ടിട്ടാണ് തനിക്കുള്ളത് മൊത്തം വിറ്റുപോയ വയൽ വാങ്ങിച്ചത്. सब कुछ बेच बाच के उन्होंने वो खेत इसलिए लिया क्योंकि वहां पे उन्होंने एक दर्शन പ്രിയരേ, देखा है। പലരുടെയും കണ്ണിന്റെ മുമ്പിൽ നമ്മൾ ഭോഷത്തരമാണ് കാണിക്കുന്നത്. क्योंकि दूसरों के आंखों के सामने हम बहुत सारी चीजें गलत कर रहे നമ്മൾ होंगे। കാണിക്കുന്നത് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. शायद हम ऐसा कुछ कर रहे होंगे जो लोगों के सामने एक्सेप्टेबल नहीं ഇന്ന് है। എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാവുന്നതിന്റെ നടുവിലാണ് നമ്മൾ ഈ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. आज इस समय हम क्या क्या नहीं कर सकते, परंतु हम परमेश्वर की कलीसिया में हैं। അതിന്റെ ഇടയിൽ നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. उसके बीच में हम एक छुटकारा के लिए प्रार्थना कर रहे हैं। മനുഷ്യന്റെ കണ്ണിൽ ഭോഷത്വമാണ് പ്രിയരേ. मनुष्य की आंखों में गलत चीजें दिखती പക്ഷേ हैं, ഈ വയലിനകത്തിൽ ഒരു നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. परंतु इस खेत में एक छुपाई हुई एक हीरा ഈ है। വിശുദ്ധിയെ കണ്ടുകൊണ്ടാണോ നമ്മൾ ഇതിനെ എല്ലാം വില കൊടുത്തിരിക്കുന്നത്? उस होलीनेस को देखने के बाद क्या आप अपना समय दे रहे ഞാൻ हैं? കാനവച്ചൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. एक दास ने ऐसा बोला था, मैं बताना चाहूंगा, വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ विशुद्धि के लिए नहीं तो, നമ്മൾ ഈ അശുദ്ധിയെ, നമ്മുടെ പാപ സ്വഭാവത്തെ വിട്ടുകളഞ്ഞ എന്തിനാണ്? अगर शुद्धि के लिए नहीं तो आपने अपने पाप को क्यों छोड़ा? എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. आप लोग अपनी आंखों को बंद करें। ഈ പകൽ നമുക്ക് ദിവസനിധി പ്രാർത്ഥിക്കാം. इस समय हम प्रार्थना करेंगे, ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ हम अपने अंदर के इंसान को ബലപ്പെടുത്തണമേ കർത്താവേ. सामर्थ्य करे ഇവിടെ परमेश्वर। ഇരിക്കുന്ന ഓരോ വ്യക്തികളും एक एक भाई बहनों के ഒരു लिए വിജയ ജീവിതത്തിനായിട്ട് അവരുടെ ഹൃദയത്തെ വാഞ്ചിക്കട്ടെ കർത്താവേ. एक विजय प्राप्त करने वाले जीवन के लिए प्रार्थना ഒരു करते ജയ हैं। ജീവിതം അവർക്ക് ഉണ്ടാവേണ്ടതിനായിട്ട് ഞങ്ങൾ एक പ്രാർത്ഥിക്കുന്നു. विजेता का एक जीवन होने पर इसलिए प्रार्थना करते हैं। പാപത്തിന്റെ മേൽ, पाप के ऊपर, ജഡത്തിന്റെ ഇച്ഛകളുടെ മേൽ, जड़ की इच्छा के ऊपर, ദൈവത്തിന്റെ ഹിതത്തിന് വിരോധമായിരിക്കുന്നതിന്റെ മേൽ परमेश्वर के हृदय के विरोध में जितने भी चीजें हैं, ഒരു ജയ ജീവിതത്തിനായിട്ട് ഞങ്ങൾ उन പ്രാർത്ഥിക്കുന്നു. सब चीजों के ऊपर एक विजेता के लिए അവരുടെ ഹൃദയത്തിൽ ഒരു വലിയ എൻകറേജ്മെന്റ് പരിശുദ്ധാത്മാവ് കൊടുക്കണമേ. उसके ऊपर एक बहुत बड़ी एनकरेजमेंट आप परमेश्वर അങ്ങ് അവരെ दें। മോൾഡ് ചെയ്യണേ കർത്താവേ. परमेश्वर आप उनको मोल्ड करें। ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തണേ കർത്താവേ. परमेश्वर आप अंदर के मनुष्य को बलवंत करें। ഇനി പാപത്തെ കൈകാര്യം ചെയ്യുവാനുള്ളവരുടെ പ്രാപ്തി വർദ്ധിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. पाप को संभालने वाले लोगों की और ताकत बढ़ने पाए ഇതിന്റെ लॉर्ड। ഉള്ളിൽ ഇരിക്കുന്ന ഒരു വ്യക്തി പോലും പാപത്തിൽ രസിച്ചിരിക്കുവാൻ നീ സമ്മതിക്കല്ലേ यहाँ पे കർത്താവേ. बैठे हुए कोई भी मनुष्य पाप के साथ मजे में ना रहे। പാപം എവിടെയുണ്ടോ അവിടെ ദൈവത്തിന്റെ ക്രോധം വരുമെന്ന് ഞങ്ങൾ पाप അറിയുന്നു. जहाँ पर है वहाँ पे परमेश्वर का क्रोध आएगा, हम विश्वास करते എവിടെയാണ് हैं। പാപം അവിടെ ദൈവത്തിന്റെ wrath of God ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു जहाँ पे കർത്താവേ. पाप है वहाँ पे परमेश्वर का गुस्सा आएगा। അതുകൊണ്ട് പാപരഹിതമായ ഒരു ജീവിതത്തിലേക്ക് ഞങ്ങളെ ദൈവം നടത്തണമേ. इसलिए आप बिना पाप वाले एक जीवन हमें दे परमेश्वर। ഞങ്ങളെ ദൈവം തന്റെ മണവാട്ടിയെ കൂട്ടാൻ വേണ്ടി കടന്നു വരികയാണ്. जिस प्रकार परमेश्वर अपनी दुल्हनों को लेने आएगा, അതിൽ ഞങ്ങൾ ഭാഗവാക്കാവാൻ ഞങ്ങളെ സഹായിക്കണമേ. उनमें से एक दुल्हन हम भी बनने पाए पिता। വിശുദ്ധിക്കായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. एक शुद्धिकरण के लिए हम प्रार्थना करते हैं। യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. यीशु के नाम से हम प्रार्थना मांगते हैं। ആമേൻ. आमेन।